ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് ഒരുമിച്ച് ചുരുക്കം പേരായിട്ട് ദൈവസന്നിധിയിൽ ചേർന്ന് വരുവാൻ കർത്താവ് നമ്മളെ സഹായിച്ച ദയക്കായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പിശാചിന്റെ തന്ത്രങ്ങൾ, അതുപോലെ അങ്ങനെയുള്ള സബ്ജക്റ്റുകളൊക്കെ ആയിരുന്നു കഴിഞ്ഞ ഫ്രൈഡേസിലൊക്കെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അതിന്റെ ഒരു തുടർച്ചയായിട്ടാണ് നമ്മൾ ഇന്ന് ഈ സബ്ജക്റ്റ് ചിന്തിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ എന്താണ് ഈ ആത്മീയ പോരാട്ടം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ഏകദേശം മനസ്സിലായി കാണുമല്ലോ. കഴിഞ്ഞ ആഴ്ച പല തന്ത്രങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ചിന്തിക്കാനിടയായി തീർന്നത്. ക്ഷമിക്കാൻ കഴിയാതെ, അതുപോലെ മറ്റു പല രീതികളിൽ, പല നിലകളിൽ പിശാച് ദൈവത്തിന്റെ വചനത്തെ ശ്രദ്ധിക്കാതെ, ദൈവിക സത്യത്തെ ശ്രദ്ധിക്കാതെ നമ്മുടെ സെൽഫ് റൈറ്റിയസ്നെസ്സിലേക്കും അതുപോലെ ആ നിലയിലൊക്കെ നമ്മൾ ആയിത്തീരാനായിട്ട് പിശാച് ഇടയാക്കുന്ന ചില കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്തത്. അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ വചനം പ്രധാനമായിട്ട് പല ഭാഗങ്ങളിൽ, വിശേഷിച്ച് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിലും 2 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായത്തിലും, അതുപോലെ കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ച പോലെ 2 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായത്തിൽ, അതുപോലെ ദൈവവചനത്തിന്റെ ഇതര ഭാഗങ്ങളിലൊക്കെ ഈ ഈ പിശാചിന്റെ ചതിവിനെ കുറിച്ചും വഞ്ചനയെക്കുറിച്ചും എന്ന് മാത്രമല്ല നമ്മളൊരു ആത്മീയ പോരാട്ടത്തിലാണ് ആയിരിക്കുന്നതെന്നും നമ്മൾ ചിന്തിക്കാനായിട്ട് ഇടയായിട്ടത്. വി ആർ ഇൻ എ ബാറ്റിൽ ഫീൽഡ്, ഓർ വി ആർ ഇൻ എ ബാറ്റിൽ, വി ആർ എൻഗേജ്ഡ് ഇൻ എ ബാറ്റിൽ. നമ്മളൊരു യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് എന്ന് നമുക്ക് പറയുമ്പം പെട്ടെന്ന് നമ്മൾ ഒന്ന് വിഷമിച്ചു പോകും. യേശുക്രിസ്തുവിലേക്ക് വരുന്ന ഉടനെ സന്തോഷവും സമാധാനവും ഒക്കെ ലഭിച്ചു. പണ്ടത്തെ പോലൊന്നും അല്ല. ഇപ്പൊ എന്റെ ജീവിതം വളരെ ഭദ്രമായി, ഭാസുരമായി. പണ്ടെനിക്ക് സമാധാനമില്ലായിരുന്നു, എന്നാൽ എനിക്കിപ്പോ സമാധാനമുണ്ട് എന്നുള്ളൊരു നിലയിലാണ് നമ്മൾ സാധാരണഗതിയിൽ പറയുന്നത്. ഇവിടെ നമ്മൾ ചിന്തിക്കുകയാണ്, ഒരു വിശ്വാസി അല്ലെങ്കിൽ ഒരു വ്യക്തി യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ആത്മീയ ജീവിതം അവൻ ആരംഭിക്കുമ്പോൾ അന്നുവരെ അവനെ സ്വന്തമെന്ന് കരുതിയിരുന്ന, അല്ലെങ്കിൽ അവനെ സഹായിച്ചിരുന്ന ഈ ലോകവും പിശാചും അവന്റെ ജഡവും ഒക്കെ അവനോടൊരു യുദ്ധത്തിലാണ് പിന്നെ ഏർപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ ദൈവത്തോട് വാർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ദൈവത്തോട് നമുക്ക് സമാധാനമുണ്ട് എന്ന് നമ്മൾ വായിക്കുന്നു. സമാധാനം എന്നുള്ള അർത്ഥത്തിന്റെ എതിർപദം എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ നമ്മൾ വാർ എന്നാ വായിക്കുന്നത്. അപ്പം ആ സമയത്ത് ദൈവത്തോട് സമാധാനം ഇല്ലാത്ത അവസ്ഥയിൽ ദൈവത്തോട് വാർ ചെയ്യുകയും പിശാചിനോട് സമാധാനവുമായിരുന്നു നമുക്കൊന്നും ഉണ്ടായിരുന്നത്. എന്നാൽ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച് അവന്റെ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട ശേഷം ദൈവം നമ്മുടെ ബന്ധുവും, ദൈവം നമ്മുടെ ഏറ്റവും അടുത്ത വ്യക്തിയും, യേശുക്രിസ്തു നമ്മുടെ ഏറ്റവും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആളും, അല്ലെങ്കിൽ നമ്മളെ കരങ്ങളിൽ താങ്ങുന്ന വ്യക്തിയും, പിശാച് നമ്മുടെ ശത്രുവുമായിട്ട് തീരുന്നു. അതോടുകൂടെ നമ്മുടെ ആത്മീയ യുദ്ധം ആരംഭിക്കുകയാണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഈ ലോകത്തിൽ ആർക്കൊക്കെയാണ് ആത്മീയ പോരാട്ടം ഉള്ളത്? വീണ്ടും ജനിച്ച എല്ലാവർക്കും, യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ആത്മീയ ജീവിതത്തിലേക്ക് പ്രവേശിച്ച എല്ലാവരുടെ ജീവിതത്തിലും ഒരു നിലയിൽ അല്ലെങ്കിൽ വേറൊരു നിലയിൽ ആത്മീയ പോരാട്ടത്തിലാണ് അവർ ആയിരിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് വളരെ യാഥാർത്ഥ്യമായിട്ട് അറിയാം. വീണ്ടും ജനിച്ച എല്ലാവർക്കും ആത്മീയ യുദ്ധമുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞു വെച്ചതായിട്ടുള്ള കാര്യം. അതിനെ പറ്റി നമുക്ക് വളരെ വ്യക്തമായിട്ട് പല ദൈവവചന ഭാഗങ്ങൾ നമുക്ക് മുന്നറിയിപ്പ് തരുന്നുണ്ട്. പല ഭാഗങ്ങളും ഇത് വലിയൊരു സബ്ജക്റ്റാണ്, വൈഡായിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ഭാഗങ്ങളും ഒരുപോലെ പറഞ്ഞു തീർക്കാനായിട്ട് നമുക്ക് കഴിയുന്ന അതല്ല. എന്നാൽ തന്നെ ആദ്യം ചില ചിന്തകൾ പങ്കിട്ട ശേഷം, അതിനുശേഷം ഡിസ്കഷന്റെ സമയത്ത് ആവശ്യമുള്ളതുപോലെ തുടർന്നുള്ള ചിന്തകൾ പങ്കിടാം എന്ന് വിചാരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ടെക്സ്റ്റായിട്ട് എടുത്തേക്കുന്നത്, ഒന്ന് നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം ആണ്. നമുക്കറിയാം പുതിയ നിയമ ലേഖനങ്ങളിൽ ചില കാര്യങ്ങളെ കുറിച്ച്, ഇപ്പം ചിലർ ചോദിക്കാറുണ്ട്, എല്ലാ ലേഖനങ്ങളിലും ആത്മീയ കൃപാവരങ്ങളെ കുറിച്ച് പറയാത്ത തന്നെ കൊരിന്ത്യരിൽ മാത്രമേ പറഞ്ഞിട്ടുള്ളല്ലോ. അതെ, കൊരിന്ത്യരിൽ മാത്രമാണ് അത് പറഞ്ഞിട്ടുള്ളത്. പൗലോസ്ലീഹ അത് കൂടുതൽ എംഫസൈസ് ചെയ്തിട്ടുള്ളത്. കാരണം കൊരിന്ത്യൻ ചർച്ചിൽ അത് മിസ്യൂസ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് കൊണ്ട് കൊരിന്ത്യ ലേഖനത്തിൽ അത് എഴുതി എന്ന് പറയുന്ന പോലെ തന്നെ ഈ എഫേസ്യർ എഴുതുന്ന ലേഖനത്തിലാണല്ലോ ഈ ആത്മീയ പോരാട്ടത്തെ കുറിച്ച് പറയുന്നത്. വേറെ സ്ഥലത്തൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ, ഈ പറഞ്ഞേക്കുന്ന ഇന്റൻസിറ്റിയോടെ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് നമ്മൾ വിചാരിക്കും. അതെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അത്തരമൊരു സാഹചര്യം, അല്ലെങ്കിൽ ഈ ആത്മീയ സത്യങ്ങളെ വെളിപ്പെടുത്താനായിട്ട് എഫേസ്യർ എഴുതുന്ന ലേഖനത്തെ ആണ്, എഫെസോസിലുള്ള വിശ്വാസികളെയാണ്
പൗലോസ് അത് അറിയിക്കാനായിട്ട് ആഗ്രഹിച്ചത് എന്ന് വെച്ച് അവർക്ക് മാത്രമല്ല, ഈ ലേഖനം കൊണ്ടുപോയി ലവോദിക്കയിലുള്ളവർക്ക് വായിച്ചു കൊടുക്കാനൊക്കെ പറയുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഒരു സഭയ്ക്കല്ല, മറ്റു സഭകൾക്കൊക്കെ അത് വായിക്കാൻ വേണ്ടിയുള്ളതായിരുന്നു എന്നുള്ളത് നമുക്ക് അറിയാം. എഫസോസിന്റെ പ്രത്യേകത എന്തായിരുന്നു എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. പൗലോസ്ലിഹ രണ്ടാമത്തെ മിഷണറി യാത്ര ആരംഭിച്ച് ഗലാത്യയിൽ വന്നതിന് ശേഷം ആസ്യയിലേക്ക് പോകുവാനായിട്ട് ആഗ്രഹിച്ചു എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആസ്യയിൽ വചനം അറിയിക്കരുത് എന്ന് പൗലോസിനെ വിലക്കിയ ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളത് നമുക്കറിയാം. അത് ഈ പറയുന്ന ഏഷ്യ മൈനർ എന്ന് പറയുന്ന ഈ സ്ഥലത്തേക്കായിരുന്നു പൗലോസ് പോകാനായിട്ട് ആഗ്രഹിച്ചത്. പൗലോസ് ജീവിച്ചിരുന്ന കാലത്തും തുടർന്ന് യോഹന്നാൻ വെളിപ്പാട് പുസ്തകം എഴുതുന്ന സമയത്തും ഒക്കെ ഈ സ്ഥലം വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമായിരുന്നെന്നും അന്ന് റോമൻ എംപയറിന്റെ കീഴിൽ ഉണ്ടായിരുന്ന ആ സ്ഥലങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ചക്രവർത്തി ആരാധനയും അതുപോലെ ചക്രവർത്തിയാണ് ദൈവം എന്ന് ഘോഷിക്കുകയും ഒക്കെ ചെയ്യുകയും ചെയ്യേണ്ടിയിരുന്നതുമായിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു എന്നുള്ളത് നമുക്ക് വെളിപ്പാട് പുസ്തകം വായിക്കുമ്പം 7 സഭകൾക്കുള്ള ദൂത് വായിക്കുമ്പം നമുക്ക് അവിടുന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് പൗലോസ് നേരെ അവിടുന്ന് ഫിലിപ്പിയിലേക്ക് പോവുകയും മക്കതോന്യക്കാരനായ പുരുഷൻ നിന്ന് അപേക്ഷിക്കുന്നതൊക്കെ നമുക്ക് സ്വപ്നം കണ്ട കാര്യമൊക്കെ അറിയാമല്ലോ. അങ്ങനെ നേരെ ഫിലിപ്പിയിലേക്ക് പോവുകയും തുടർന്ന് നമുക്ക് കാണാവുന്നത് പോലെ കൊരിന്ത്, അതുപോലെ തെസലോനിക്ക എന്നീ സ്ഥലങ്ങളിലൊക്കെ രണ്ടാമത്തെ മിഷണറി യാത്രയിൽ പൗലോസ്ലിഹ പോയതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അങ്ങനെ മടങ്ങി വന്ന് ഈജിയൻ കടൽ വഴി മടങ്ങി വരുന്ന സമയത്ത് എഫസോസിൽ കയറി 1-2 ആഴ്ച അവിടെ ചെലവഴിച്ച ശേഷം അവിടെയുള്ള ആൾക്കാരെല്ലാം പറഞ്ഞു ഇവിടെ കൂടുതൽ സമയം നിൽക്കണം എന്ന് ആവശ്യപ്പെട്ടെങ്കിലും അവിടെ നിൽക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചില്ല എന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് അറിയാം. അദ്ദേഹം നേരെ യെരൂശലേമിലേക്ക് മടങ്ങി പോവുകയാണ് ചെയ്തത്. പിന്നെ മൂന്നാമത്തെ മിഷണറി യാത്രയിൽ അവിടെ പോകാൻ വേണ്ടി ഒരുങ്ങി തന്നെ വന്നു. അവിടെ നേരെ എഫസോസിലേക്ക് പോകുന്നതായിട്ടുള്ള കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. അവിടെ അങ്ങനെ അദ്ദേഹം രണ്ടാമത്തെ മിഷൻ യാത്രയിൽ കൊരിന്തിൽ 1.5 വർഷത്തോളം നിന്നു. അതുപോലെ മറ്റു ചില സ്ഥലങ്ങളിൽ ചില ആഴ്ചകളെ നിന്നുള്ളൂ, തെസലോനിക്കയിലൊക്കെ. എന്നാൽ ഈ സ്ഥലത്ത്, ഈ പറയുന്ന എഫസോസ് എന്ന് പറയുന്ന സ്ഥലത്ത് അന്ന് 3 വർഷത്തോളം, ഏകദേശം 3 വർഷത്തോളം അടുപ്പിച്ച്, 3 വർഷം കംപ്ലീറ്റ് എന്ന് പറയാൻ കഴിയത്തില്ല, 2 വർഷത്തോളം തുറന്നോസിന്റെ പാഠശാലയിൽ അദ്ദേഹം പഠിപ്പിച്ചുകൊണ്ടിരുന്നു എന്നൊക്കെ ഉള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയും. അങ്ങനെ അന്നത്തെ ലോക മഹാത്ഭുതങ്ങളിൽ 7 മഹാത്ഭുതങ്ങളിൽ ഒന്നായിരിക്കുന്ന അർത്തിമിസ് ദേവിയുടെ അമ്പലം എന്ന് പറയുന്ന സംഗതി ഈ എഫസോസിലായിരുന്നു സ്ഥാപിച്ചിരുന്നത്. അത് സ്വർഗത്തിൽ നിന്നൊരു കല്ല് താഴെ വന്ന് വീണു. അങ്ങനെയാണ് ഈ അർത്തിമിസ് ദേവിയുടെ വിഗ്രഹം അവിടെ ഉണ്ടായതെന്നും അങ്ങനെയുള്ള ഐതിഹ്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ട് വളരെ ആഴമായിട്ടുള്ള നിലയിലുള്ള ഭക്തി പ്രസ്ഥാനങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നതായിട്ടും പൗലോസ് 3 വർഷം അവിടെ താമസിച്ചതിന്റെ ഫലമായിട്ട് എഫസോസിലും മറ്റു ചുറ്റുപാടുകളിലും ഒക്കെ സഭകൾ ഉണ്ടാകാനായിട്ട് ഇടയായി തീർന്നു എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പൊ എന്തുകൊണ്ടായിരുന്നു ആദ്യ സമയത്ത് അങ്ങോട്ട് പോകരുത് എന്ന് പറഞ്ഞതും നമുക്കവിടെ പ്രത്യേകിച്ച് തെളിവുകളായിട്ടൊന്നും എടുക്കാനില്ലെങ്കിലും നമുക്ക് ചില കാര്യങ്ങൾ ഒരുപക്ഷെ അസ്യൂം ചെയ്യാൻ കഴിയുന്നത് പോലെ വളരെയധികം ശക്തമായിട്ടുള്ള പൈശാചിക പോരാട്ടങ്ങളും ആരാധനകളും ഒക്കെയുള്ള ഒരു സ്ഥലമായിരുന്നു അന്ന് എഫസോസ് എന്നും അത് ഒരു മെല്ലെ തിന്നാൽ മുള്ളും തിന്നാം എന്നുള്ള ഒരു പ്രിൻസിപ്പിളോടുകൂടെ പൗലോസ് അവിടെ വളരെയധികം സമയം അവിടെ ചെലവഴിച്ച് എല്ലാ ആഴ്ചകളിലും തുറന്നോസിന്റെ പാഠശാലയിൽ പഠിപ്പിച്ച് ദൈവവചനം പഠിപ്പിക്കുകയും അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ നടക്കുകയും ഒക്കെ ചെയ്ത് പൗലോസ് ഈ പറയുന്ന എഫേസ് ലേഖനത്തിൽ പറയുന്ന സ്പിരിച്വൽ വാർഫെയർ ശരിക്കും പ്രാക്ടീസ് ചെയ്ത ഒരു സ്ഥലം തന്നെയായിരുന്നു എഫസോസ് എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. ഏകദേശം അവസാനമായപ്പോൾ അവര് വെള്ളി രൂപം തീർക്കുന്ന അലക്സാണ്ടർ എന്ന് പറയുന്ന വ്യക്തിക്ക് ലാഭം പോയതുകൊണ്ട് അവൻ ബഹളം ഉണ്ടാക്കുന്നതായിട്ടും അങ്ങനെ ഒരു കാലത്ത് വളരെ പ്രചാരം നേടിയിരുന്ന ഈ കാര്യങ്ങൾക്കൊന്നും ആൾക്കാർക്ക് വേണ്ടാതായി. അതിന്റെ കാരണം പൗലോസ് എന്ന് പറയുന്നവൻ കയ്യാൽ തീർത്ത വിഗ്രഹങ്ങൾ ഒന്നും ദൈവമല്ല എന്ന് പഠിപ്പിക്കുന്നതാണ് എന്നവൻ കോടതിയിൽ പോയി അവിടെ പട്ടണമേനോന്റെ അടുത്ത് പോയി പരാതി പറയുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പം അതായിരുന്നു അവിടെ ഉണ്ടായ ഇമ്പാക്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഈ ഒരു പശ്ചാത്തലത്തിലാണ് നമുക്ക് എഫേസ്യർക്ക് എഴുതുന്ന ലേഖനം 6-ാം അധ്യായം നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയുന്നത്. കാരണം നമുക്കറിയാമല്ലോ എന്ന് മാത്രമല്ല, അവിടെ അത്രയും പറഞ്ഞാൽ മാത്രം പോരാ, പൗലോസിന്റെ ജീവിതമായിട്ടുള്ള ബന്ധത്തിൽ തുടർന്ന് പൗലോസിനെ ഒന്നാമത്തെ ഇംപ്രിസൺമെന്റിൽ പൗലോസ് ആയി തീർന്നതും മടങ്ങി വന്ന് തിമത്തിയോസിനെ അവിടെ പാസ്റ്ററായിട്ട് അവിടുത്തെ സഭാ ശുശ്രൂഷകനായിട്ട് വെക്കുകയും ചെയ്യുന്നതുമായിട്ടുള്ള പശ്ചാത്തലമാണല്ലോ നമ്മൾ തിമത്തിയോസിന്റെ ലേഖനം പഠിച്ചപ്പം പഠിക്കാനിടയായി തീർന്നത്.
അങ്ങനെ പൗലോസിനെ ആദ്യത്തെ ഇംപ്രിസൺമെന്റിൽ നിന്ന് പുറത്തു വിട്ടതിന് ശേഷം രണ്ടാമത് വീണ്ടും പൗലോസ് പല സ്ഥലങ്ങളിലും സഞ്ചരിച്ചു എന്നുള്ളതും, അങ്ങനെയാണ് ഈ പറയുന്ന ക്രേത്തയിലും അതുപോലെ മറ്റു പല സ്ഥലങ്ങളിലും കടന്നു പോകാൻ ഇടയായി തീർന്നത്. 1-2 തിമത്യോസിന്റെ ലേഖനങ്ങൾ ആ പശ്ചാത്തലത്തിലാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. രണ്ടാമത്തെ തിമത്യോസിന്റെ ലേഖനമാണല്ലോ ഏറ്റവും അവസാനം അദ്ദേഹം എഴുതിയതായിട്ടുള്ള ലേഖനം. അപ്പം ഇത്രയും കാര്യങ്ങൾ പറയുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പൗലോസിന്റെ അവസാനം പോലും ഈ എഫസോസിൽ നിന്നാണ് ഉണ്ടായത്. കാരണം എഫസോസിലെ ഈ പറഞ്ഞ അലക്സാണ്ടർ തന്നെ അവസാനം പൗലോസിനെ പിടിക്കാനും രണ്ടാമത് പിന്നെയും പ്രിസണറാക്കി വെക്കാനും ഒക്കെ കാരണക്കാരൻ ഈ പൗലോസ് ഈ അലക്സാണ്ടർ ആയിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം ഒന്നാമത്തെ ഇംപ്രിസൺമെന്റിന്റെ കാരണം എഫസോസുകാർ തന്നെ. കാരണം എഫസോസിലുള്ള ചില യഹൂദന്മാര് പൗലോസിനെയും വേറെ ചില ആൾക്കാരെയും ആലയത്തിൽ വെച്ച് കണ്ടു, അവൻ ആലയം തീണ്ടിക്കാൻ വന്നു എന്ന് അവർ കുത്തിക്കൂകിയത് കൊണ്ടാണ് അവിടെ ഒന്നാമത്തെ പ്രാവശ്യം അറസ്റ്റ് ചെയ്യാൻ ഇടയായത് എന്നുള്ളത് നമ്മൾ വിസ്മരിക്കരുത്. അപ്പം എന്തുമാത്രം പൗലോസ് അവിടെ പോയി ശുശ്രൂഷ ചെയ്തു, പൗലോസ് അവിടെ വേല ചെയ്തു, സഭകൾ സ്ഥാപിച്ചു, ആത്മാക്കൾ രക്ഷിക്കപ്പെട്ടു, അന്ധകാരത്തിന്റെ പല കോട്ടകളും അവിടെ ഇടിഞ്ഞു വീഴാൻ ഇടയായി തീർന്നു എന്ന് പറയുമ്പം തന്നെ പൗലോസിന്റെ ജീവിതാന്ത്യം വരെ അത് അവിടുത്തെ മിനിസ്ട്രിയുടെ പരിണിത ഫലമായിട്ടാണ് ഉണ്ടായത് എന്ന് നോക്കുമ്പം എന്തുമാത്രം സ്ട്രോങ് ആയിട്ടുള്ള നിലയിലാണ് ഈ പൈശാചിക പോരാട്ടങ്ങൾ പൗലോസിനോട് അല്ലെങ്കിൽ പൈശാചികമായിട്ടുള്ള യുദ്ധത്തിൽ പൗലോസ് ഏർപ്പെട്ടിരുന്നത് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയും. അതുകൊണ്ട് തന്നെ പൗലോസ് അവരോട് പറയുന്ന ചില വേർഡ് ഓഫ് കമ്മിറ്റ്മെന്റ്, എന്റെ പ്രാണനെ ഞാൻ വിലയേറിയതായി എണ്ണുന്നില്ല, ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് എന്റെ ഓട്ടം തികയ്ക്കണം എന്ന് മാത്രമേ എനിക്കുള്ളൂ എന്ന് അദ്ദേഹം പറയുന്ന ഭാഗങ്ങൾ വളരെ പ്രസക്തമായിട്ടുള്ള ഭാഗങ്ങളാണ്. എന്തുകൊണ്ടാണ് ഈ 6-ാം അധ്യായം 10-ാം വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം എടുത്തുകൊള്ളുവിൻ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളെ ദുഷ്ടാത്മ സേനയോടും അത്രേ. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉയർച്ച നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം എടുത്തുകൊള്ളുവിൻ. നിങ്ങളുടെ അരയ്ക്ക് സത്യവും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷനുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെയൊക്കെയും കെടുക്കുവാൻ തക്കതായ പരിച എടുത്തുകൊണ്ട് നിൽപ്പിൻ. രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനം എന്ന ആത്മാവിന്റെ വാളും കൈക്കൊള്ളുവിൻ. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പീൻ. നമ്മൾ ഈ ഭാഗം വായിക്കുമ്പോൾ ദൈവത്തിന്റെ സർവായുധവർഗം എന്താണ് അതിൽ എടുക്കേണ്ടതിന്റെ ആവശ്യകത എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും. അവിടെ ചില ആൾക്കാർ പറയുന്ന 6 പീസ് ഓഫ് വെപ്പണറി അല്ലെങ്കിൽ 6 നിലയിലുള്ള ദൈവത്തിന്റെ സർവായുധവർഗങ്ങൾ എന്നാണ് ചിലർ ലിസ്റ്റ് ചെയ്യുന്നത്. ചിലർ 7 ആത്മാവിലുള്ള പ്രാർത്ഥന എന്നുള്ളതും കൂടെ ചേർക്കുമ്പോൾ നമുക്ക് 7 സർവായുധവർഗങ്ങൾ ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവിടെ പറഞ്ഞിരിക്കുന്ന ആ പ്രാർത്ഥന അതിനോട് ചേർന്ന് തന്നെ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് നമുക്കത് ഇൻക്ലൂഡ് ചെയ്യുന്നത് തെറ്റില്ല എന്നുള്ളതാണ് എനിക്കും ആ ഭാഗം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞതായിട്ടുള്ള കാര്യം. എന്നാൽ ഈ ഒടുവിൽ സഹോദരന്മാരെ, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ എന്ന് പറയുമ്പം നമ്മൾ ഇന്ന് ഈ വായിക്കുന്ന ഈ വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ കുറച്ച് സാങ്കേതികമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം നമുക്കൊക്കെ അങ്ങ് തുടങ്ങാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് ഇത്. അല്ലെന്ന് ഞാൻ പറയുന്നില്ല, ആണ് എന്ന് അങ്ങനെ ഒരു പ്രിപ്പറേഷനും ഇല്ലാതെ ഒരു പ്രീ റിക്വസിറ്റും ഇല്ലാതെ ഒരു പ്രത്യേകിച്ചുള്ള ഒരുക്കങ്ങളൊന്നും ഇല്ലാതെ ആർക്കും എപ്പോഴും എവിടെ വെച്ചും ചെയ്യാവുന്ന കാര്യമാണെന്ന് വിചാരിക്കേണ്ട. ഒരു നിലയിൽ അങ്ങനെ തന്നെയാണ്, അത് ഞാൻ സമ്മതിക്കുകയാണ്. അതേസമയം തന്നെ ഈ എഫേസ്യർ എന്ന ലേഖനത്തിൽ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം അതിന്റെ അവസാനത്തെ അധ്യായത്തിലാണ് അത് കൊണ്ടുവച്ചിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്കറിയാം ആ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരമായിരിക്കുന്ന സഭ എത്ര പൂർണ്ണതയുള്ളതാണ് എന്നുള്ളതാണ് എഫേസ്യ ലേഖനം നമുക്ക് വരച്ചു കാണിക്കുന്നതായിട്ടുള്ള ചിത്രം. നമുക്കത് നമ്മൾ വരച്ചു കാണിക്കുന്ന കാര്യം. തന്റെ ശരീരമായ സഭ, എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറമായിരിക്കുന്ന ശരീരമായ സഭ എങ്ങനെയാണ് ആ തലയോട് ചേർന്ന്, ക്രിസ്തുവാകുന്ന തലയോട് ചേർന്ന് സ്നേഹത്തിൽ നിറഞ്ഞ് ആത്മീയ പൂർണ്ണതയുള്ളതായിട്ട് വളരുന്നത്. അത് മാത്രമല്ല ആ ആത്മീയ പൂർണ്ണതയുടെ ഒരു പശ്ചാത്തലം കൂടെ നമുക്ക് അവിടെ കാണിച്ചു തന്നിട്ടുണ്ട്. യഹൂദന്മാരായിട്ടുള്ളവര്, യഹൂദന്മാരല്ലാതായിട്ടുള്ളവര്, ജാതികളെന്ന് വിളിക്കുന്ന, പരിച്ഛേദന ഇല്ലാത്തവർ എന്ന് വിളിക്കുന്ന പരിച്ഛേദനക്കാര്, ഇതൊക്കെ നമ്മൾ 2-ാം അധ്യായം മുതൽ വായിക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ ക്രിസ്തു എന്ന ക്രിസ്തുവിന്റെ ശരീരത്തിങ്കൽ
അവൻ ദൂരസ്ഥരെയും സമീപസ്ഥരെയും ഏകോപിപ്പിച്ചു, ഐക്യപ്പെടുത്തി എന്നുള്ള കാര്യം നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ക്രിസ്തുവിൽ ഐക്യപ്പെട്ട് നിൽക്കുന്ന ഒരു 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 സഭ. എന്നിട്ടാണ് നമ്മൾ 3-ാം അധ്യായത്തിൽ വായിക്കുന്നത്, അങ്ങനെ നിങ്ങൾ അകത്ത മനുഷ്യൻ അല്ല, 3-ാം അധ്യായത്തിൽ നമ്മൾ ആ ഭാഗം വായിക്കുക. 3-ാം അധ്യായം എല്ലാം കാണാതെ പറഞ്ഞാൽ ശരിയാകത്തില്ല. അതാണ് 14-ാം വാക്യം മുതൽ വായിക്കുന്നത്. അതിനിമിത്തം ഭൂമിയിലും സ്വർഗത്തിലും ഭൂമിയിലും സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. അവന്റെ മഹത്വത്തിന്റെ ധനത്തിലൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങളുടെ അകത്ത മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണമെന്നും സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്തെന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിവാൻ പ്രാപ്തരാകുകയും ദൈവത്തിന്റെ എല്ലാ നിറവോളം നിറഞ്ഞു വരികയും വേണം എന്നും പ്രാർത്ഥിക്കുന്നു. അപ്പൊ ആത്മീയമായിട്ടുള്ള പൂർണ്ണതയ്ക്കും നിറവിനും വേണ്ടി ഉള്ള ഒരു പ്രാർത്ഥനയാണ് അവർ പ്രാർത്ഥിക്കുന്നത്. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ വളരണം. എങ്ങനെ വളരണം? എല്ലാ വിശുദ്ധന്മാരോടുമുള്ള ബന്ധത്തിൽ സ്നേഹത്തിൽ വളരണം. അതാ നമ്മൾ വായിക്കുന്നത്. അങ്ങനെ എല്ലാ വിശുദ്ധന്മാരോടും കൂടെ ചേർന്ന് ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ നീളവും ആഴവും ഉയരവും വീതിയും സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിപ്പാനും അങ്ങനെ പരിജ്ഞാനത്തിൽ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തെ അറിയാനും. ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളപ്പോൾ വളരെ വ്യാഖ്യാനിച്ചിട്ടുള്ള ഭാഗങ്ങളാണ്. അതുകൊണ്ട് തന്നെ അതിനെ വ്യാഖ്യാനിക്കാനായിട്ട് ഇന്ന് പോകുന്നില്ല. പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, സ്നേഹത്തിൽ ഐക്യപ്പെട്ടിരിക്കുന്ന ഒരു ശരീരമാണ് നമ്മളെ പ്രതിനിധാനം ചെയ്യുന്നത്. തുടർന്ന് നമുക്ക് കാണാം 4-ാം അധ്യായത്തിലേക്ക് വരുമ്പം ക്രിസ്തു എന്ന തലയോളം സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് വളരുകയും എല്ലാ കുടുംബത്തിലാകട്ടെ, സമൂഹത്തിലാകട്ടെ, സഭയിലാകട്ടെ ഉള്ള ഇടർച്ചകളൊക്കെ മാറി ഒരു ഐക്യപ്പെട്ട ഒരു ബോഡിയായിട്ട് നിന്നിട്ടാണ് ഈ സ്പിരിച്വൽ വാർഫെയർ ചെയ്യുന്നത്. അപ്പൊ സ്പിരിച്വൽ വാർഫെയർ എന്ന് പറയുന്നത് എഫേസ്യർ എഴുതുന്ന ലേഖനം പ്രത്യേകിച്ച് അതിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത്, നമ്മൾ സിംഗിൾ ഹാൻഡഡ് ആയിട്ട് നമ്മൾ ഒറ്റയ്ക്ക് നമ്മുടെ ഇഷ്ടം പോലെ ഏതെങ്കിലുമൊക്കെ സ്ഥലത്തിരുന്ന് നമ്മുടെ സൗകര്യം പോലെ നമ്മുടെ മനസ്സിൽ തോന്നിയ പോലെ ചെയ്യുന്ന ഒരു കാര്യത്തെക്കുറിച്ചല്ല സ്പിരിച്വൽ വാർഫെയർ എന്ന് പറയുന്നത് എന്നുള്ളത് ഒന്നാമത് മനസ്സിലാക്കണം. നമുക്കറിയാമല്ലോ, നമുക്കിപ്പം വേറൊരു രാജ്യവുമായിട്ട് യുദ്ധം ചെയ്യണമെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് കുറച്ച് വടിയും കോലും വെട്ടുകത്തിയൊക്കെ എടുത്തുകൊണ്ട് പോയി യുദ്ധം ചെയ്യുകയല്ല ചെയ്യുന്നത്. നമുക്ക് വേറൊരു രാജ്യവുമായിട്ട് നമ്മൾ യുദ്ധം ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കൊരു മാതൃ രാജ്യമുണ്ട്, നമ്മൾ ജനിച്ചു വളർന്ന ഒരു രാജ്യമുണ്ട്, ഈ രാജ്യത്തൊരു ആർമിയുണ്ട്. ഈ ആർമിയോട് ചേർന്ന് പരിശീലനം നേടിയിട്ട ഒരു വ്യക്തി യുദ്ധം ചെയ്യാൻ പോകുന്നത് പോലെ തന്നെയാണ് ജീവനുള്ള ദൈവത്തിന്റെ ശരീരമായ സഭയില്, അല്ലെങ്കിൽ ജീവനുള്ള ദൈവത്തിന് ഒരു ശരീരമാകുന്ന സഭയുണ്ട്. ഈ സഭയുമായിട്ട് സ്നേഹത്തിൽ വേണ്ടതുപോലെ ഐക്യപ്പെട്ട ഒരു വ്യക്തിയുടെ സ്പിരിച്വൽ വാർഫെയർ മാത്രമേ വാലിഡ് ആകുന്നുള്ളൂ. അല്ലാതെ നമ്മുടെ സ്വന്തം നിലയ്ക്കും ഇതൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുകയും സഹോദരങ്ങളോടൊക്കെ എതിരെ പാർക്കുകയും സഹോദരങ്ങളോടൊന്നും ഐക്യപ്പെടാതെയും സഹോദരങ്ങളോടൊന്നും സ്നേഹിക്കാതെയും ഐക്യപ്പെടാതെയും ഇരിക്കുന്ന ഒരു വ്യക്തിയുടെ ആത്മീയ യുദ്ധം എന്ന് പറയുന്നത് ഒരു പരിഹാസ്യമാണ് ആയി തീരും എന്നുള്ളത് നമുക്ക് മനസ്സിലാകാം. അതുകൊണ്ട് തന്നെയാ ഈ ഒരു ഭാഗം അതിന്റെ പുറകിൽ ഏറ്റവും അവസാനം കൊണ്ടുവച്ചിരിക്കുന്നത്. കുടുംബത്തിൽ, സമൂഹത്തിൽ, സഭയിൽ ഒക്കെ നമുക്കറിയാമല്ലോ, യഥാസ്ഥാനം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനത്തിലെ ഒരു പ്രധാനപ്പെട്ട വാക്കാണ്. റിസ്റ്റോറേഷൻ എന്ന് റിസ്റ്റോറേഷൻ ആണോ എന്ന് എനിക്കറിയില്ല. യഥാസ്ഥാനം, ഏത് സ്ഥാനമാണോ ദൈവം നമുക്ക് വേണ്ടി അലോക്കേറ്റ് ചെയ്തേക്കുന്നത്, ഏത് സ്ലോട്ടിലാണോ നമ്മൾ ദൈവത്തിന്റെ ഡിസൈൻ അനുസരിച്ച് നമ്മൾ കടന്നു വരേണ്ടത്, ആ സ്ലോട്ടിലേക്ക് നമ്മൾ കടന്നു വരിക എന്നുള്ളതാണ് യഥാസ്ഥാനം എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അങ്ങനെ യഥാസ്ഥാനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാനായിട്ട്, അല്ലെങ്കിൽ ആ വേണ്ടതുപോലെ യഥാസ്ഥാനപ്പെട്ട ഒരു വിശ്വാസി, സ്നേഹത്തിൽ ഐക്യപ്പെട്ട വിശ്വാസിയാണ് അവൻ ഈ സ്പിരിച്വൽ വാർഫെയറിൽ ഏർപ്പെടേണ്ടത് എന്നുള്ളത് അത് സന്ദർഭവശാൽ അതിന്റെ ആ ഭാഗത്ത് നമ്മൾ പറയുകയാണ്. കാരണം അത് നമ്മൾ ഈ സ്പിരിച്വൽ വാർഫെയർ പറയുമ്പോൾ ആ കാര്യങ്ങൾ പറയുക തന്നെ വേണം. കാരണം അങ്ങനെ അല്ലാതെ ഇന്ന് പല വ്യക്തിപരമായിട്ടുള്ള കാഴ്ചപ്പാടും എനിക്ക് അങ്ങനെ പറഞ്ഞൊന്നു ഇങ്ങനെ പറഞ്ഞൊന്നു ഞാൻ പോകുന്നു, അവർക്ക് അതിന്റെ കുറെ ആൾക്കാർ പുറകെ പോകുന്നു, ആ നിലയിലൊന്നും അല്ല. അത് ഒരു യഥാസ്ഥാനപ്പെട്ട ഒരു അനുഭവമാണ് സ്പിരിച്വൽ ആത്മീയ യുദ്ധത്തിന് ഒന്നാമതായിട്ട് നമുക്ക് വേണ്ടത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് ഈ ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ എന്ന് അവിടെ ഒന്നാമത് പറഞ്ഞേക്കുന്നത്. ദൈവികമായിട്ടുള്ള ശക്തിയാൽ, ദൈവത്തിന്റെ പരിശുദ്ധാത്മ ശക്തിയാൽ ശക്തിപ്പെടുവിൻ എന്നുള്ളതാണ് അതിന്റെ അർത്ഥം എന്നുള്ളത് വളച്ചുകെട്ടില്ലാതെ നമുക്ക് അവിടെ ചിന്തിക്കാൻ കഴിയുന്നതായിട്ടുള്ള കാര്യമാണ്. എന്ന് മാത്രമല്ല, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന്. എന്തുകൊണ്ടാണ് ഈ തന്ത്രം എന്നുള്ളത് കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ച കാര്യമാണ്. കാരണം പിശാചിനെ കർത്താവ്
ക്രൂശിന്മേൽ തോൽപ്പിച്ചു, അവന്റെ ആയുധവർഗങ്ങളെ വെപ്പിച്ചു, അതിനെ പരസ്യമായ കാഴ്ചയാക്കി എന്നുള്ളത് കഴിഞ്ഞ ആഴ്ച നമ്മൾ 2-ാം അധ്യായം കൊളോസ്യർക്ക് എഴുതുന്ന ലേഖനം 2-ാം അധ്യായം 15-ാം വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു വട്ടമല്ല നമ്മൾ പലവട്ടം ഇവിടെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഏതൊക്കെ നിലയിൽ മനുഷ്യനെ അവൻ തോൽപ്പിക്കുകയും മനുഷ്യനെ ചതിക്കുകയും ആദാമിനെ അവൻ കബളിപ്പിക്കുകയും ഒക്കെ ചെയ്തോ അതിനെല്ലാം ഇത് പകരമായിട്ട് കർത്താവായ യേശുക്രിസ്തു അവന്റെ സകല സർവായുധ വർഗങ്ങളെയും കാൽവരി ക്രൂശിൽ തോൽപ്പിച്ചു. നമ്മൾ യോശുവയുടെ പുസ്തകത്തിൽ നിന്ന് അതിന് ചില എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞതാണ്. പരാജയപ്പെട്ട എനിമി ആണ് ഇന്നുള്ളത്, പരാജയപ്പെട്ട ശത്രുവാണ് ഉള്ളത്. ആ ശത്രുവിനോട് കർത്താവ് ജയിച്ചു കഴിഞ്ഞു. അങ്ങനെ ആ നിലയിൽ അവന്റെ എല്ലാ ആയുധവർഗങ്ങളും നശിച്ചു കഴിഞ്ഞു. എന്നാൽ തോറ്റിട്ടില്ല എന്നുള്ള നിലയിൽ മറ്റുള്ളവരെ കബളിപ്പിച്ച് നമ്മളെ എന്തൊക്കെയോ ചെയ്യാൻ അവന് കഴിയുമെന്നുള്ള ഭാവം നമ്മളിൽ ഉണ്ടാക്കി നമ്മള് കർത്താവ് ആക്ച്വലി നമ്മുടെ ബന്ധനങ്ങളിൽ നിന്ന് നമ്മളെ മോചിപ്പിച്ചെങ്കിലും ബന്ധനങ്ങളിലൊക്കെയാണ് നമ്മൾ കിടക്കുന്നത് നമ്മളെ തെറ്റിദ്ധരിപ്പിച്ച് പിന്നെയും നമ്മളെ കബളിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് പിശാച് ചെയ്യുന്നത് എന്നുള്ളതാണ് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അപ്പൊ അവന്റെ പ്രധാനപ്പെട്ട പരിപാടി എന്ന് പറയുന്നത് തന്ത്രങ്ങളാ, കബളിപ്പിക്കലാ. അല്ലാതെ നേരിട്ട് അവന് ഇനി നമ്മളോട് പോരാടാനോ നമ്മളെ കീഴടക്കാനോ അവന് സാധിക്കത്തില്ല. എന്നാൽ അവന്റെ ഈ തന്ത്രങ്ങളെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. തന്ത്രങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് വൈൽസ് ഓഫ് ദ ഡെവിൾ, സ്കീംസ് ഓഫ് ദ ഡെവിൾ എന്നൊക്കെയാണ് നമ്മൾ വായിക്കുന്നത്. അത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അത് ഈ ഒരു പ്രത്യേക ലക്ഷ്യത്തോടു കൂടെ ചെയ്യുന്ന കാര്യമാണ്. നമുക്കറിയാമല്ലോ, ഒരു മാവേൽ കല്ലെറിയുമ്പോൾ പോയാൽ ഒരു കല്ല് കിട്ടിയാൽ ഒരു മാങ്ങ എന്ന് പറയുന്ന പോലെ എറിയുന്ന നിലയിലുള്ള പരിപാടിയല്ല ഡെവിള് ചെയ്യുന്നത്. അവൻ ആദാമിന്റെ ഹവ്വയുടെ അടുത്ത് തൊട്ട് അവൻ പരീക്ഷിച്ച് തെളിയിച്ചതായിട്ടുള്ള അവന്റെ പ്രത്യേക നിലയിലുള്ള ഒരു രീതിയിലാണ്, ലക്ഷ്യബോധത്തോടുകൂടെ അത് കുറുക്കി കൊള്ളാനായിട്ട് തന്നെയാണ് അവൻ അത് പ്രയോഗിക്കുന്നത്, അവൻ ആ കള്ളങ്ങൾ പറയുന്നത് എന്നുള്ളതും നമ്മൾ ഇവിടെയൊക്കെ പണ്ടൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാര് പറയുന്നത് ഒരു ഇത് ഗീബൽസിന്റെ തന്ത്രം. എന്തായിരുന്നു ഈ ഗീബൽസിന്റെ തന്ത്രം? നട്ടാ കുരുക്കാത്ത നുണ, നട്ടാൽ പിടിക്കാത്ത നുണ, അത് ഗീബൽസ് പറയും. ആദ്യമൊക്കെ ഇയാൾ എന്തോ പ്രാന്ത് പറയുന്നത്, ഇത് ഇങ്ങനെ പറയാവോ എന്നൊക്കെ നമുക്ക് വിചാരിക്കും. നമ്മുടെ ദേശത്തും പല രാഷ്ട്രീയ നേതാക്കന്മാരും അങ്ങനെ ഉണ്ട്. ആരും വിശ്വസിക്കാത്ത നുണയെ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പറഞ്ഞ് ഒരു ലെവലിലെത്തുമ്പം നമ്മൾ ഈ നുണയെ നമ്മൾ അംഗീകരിക്കുന്ന ഒരു ലെവലിലേക്ക് നമ്മളെ മാനസികമായിട്ട് ആക്കി തീർക്കും. അത് 1-2 ദിവസം കൊണ്ടൊന്നുമല്ല, 1-2 പ്രാവശ്യം പരാജയപ്പെട്ടാലൊന്നും ഒരു നാണംകേടും അവനില്ല എന്നുള്ളൊരു നിലയിലാണ് നമുക്ക് അത്തരം ആൾക്കാർക്കും ഇല്ല എന്ന് നമുക്ക് മനസ്സിലാകാവില്ല. എന്ന് പറഞ്ഞതുപോലെയാണ് പിശാച് നുണ പറയുന്നത്. അവൻ ഭോഷ്ക് പറയുന്നവന്റെ അപ്പനുമാകുന്നു എന്ന് കർത്താവ് തന്നെ നേരിട്ട് യോഹന്നാന്റെ സുവിശേഷത്തിൽ പറഞ്ഞിട്ടുള്ള ഭാഗം നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ പിശാചിന്റെ തന്ത്രങ്ങളോട് അപ്പൊ വളരെ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്ത് ലക്ഷ്യത്തിൽ എങ്ങനെ എത്തണം എന്നുള്ള നിലയിൽ വളരെ ഉദ്ദേശപൂർവമായിട്ടുള്ള നിലയിലുള്ള കാര്യങ്ങളാണ് ഈ സ്കീംസ് അല്ലെങ്കിൽ വൈൽസ് എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്ന് മാത്രമല്ല, ഡെവിൾ എന്ന് പറയുമ്പോൾ ആ ഡെവിൾ എന്നുള്ള വാക്ക് തന്നെ ഡയോബളോസ് എന്ന് പറയുന്ന ഗ്രീക്ക് വാക്കിൽ നിന്നാണ് വന്നിട്ടുള്ളത് എന്ന് പല പ്രാവശ്യം നമ്മൾ സന്ദർഭവശാൽ പലവട്ടം ഇവിടെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ആ വാക്ക് സൂചിപ്പിക്കുന്നത് എഫർട്ടിൽ ഒരിക്കലും മടുക്കാതെ പിന്നെയും ഒരേ ലക്ഷ്യത്തിലേക്ക് പരീക്ഷിച്ച് പരാജയപ്പെട്ട അതേ തന്ത്രം തന്നെ ഉപയോഗിച്ച് മുന്നേറുന്ന ഒരു വ്യക്തി. ഇപ്പൊ ഒരു കോട്ട അടച്ചിട്ടേക്കുവാണെങ്കിൽ, ഒരു വാതിൽ അടച്ചിട്ടേക്കുവാണെങ്കിൽ അതെ ചവിട്ടി ഇടിച്ച് എത്ര മാസം ഇടിച്ചാലും കുഴപ്പമില്ല, അവസാനം ആ വാതിൽ തകർന്നു വീഴുന്ന ഒരു ലെവലിലേക്ക് എത്തുന്നത് പോലെ ഒരു കോൺസ്റ്റന്റ് പ്രഷർ, കോൺസ്റ്റന്റ് അറ്റാക്ക് എന്നുള്ള ഒരു നിലയിലാണ് പിശാചിന്റെ ആ ഡയോബളോസ് എന്ന് പറയുന്ന ആ വാക്കിന്റെ അർത്ഥം വരുന്നത് എന്ന് അത് പഠിച്ചിട്ടുള്ളവർ പറയുന്ന, അല്ല ഞാനത് നേരിട്ട് പഠിച്ചതോ അറിഞ്ഞതോ ഒന്നുമല്ല, പഠിച്ചിട്ടുള്ളവർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുകയും. അപ്പൊ ഞാൻ ഈ വാക്യത്തിൽ വരുന്നത് പോലെ തന്നെ അതിനെ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുക. അവന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം എടുത്തുകൊള്ളുകയും. അപ്പം ഒന്നാമത് അവിടെ പറയുന്നത്, നമുക്കറിയാം ഇവിടെ പറയുന്ന കാര്യം എന്ന് പറയുന്നത്
നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള ഒരു കാര്യമാണ് ഈ സർവായുധ വർഗം എന്ന് അല്ല പറയുന്നത്. മറിച്ച് അത് ദൈവത്തിന്റെ സർവായുധ വർഗം. അപ്പൊ ദൈവത്തിന് ആരോടാ പോരാട്ടം ഉള്ളത്? നമുക്കറിയാം, ദൈവത്തോട് പിശാച് പോരാടുന്നുണ്ട്, ദൈവിക പദ്ധതികൾക്കെതിരെ പോരാടുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. അതും അവൻ അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കേണ്ട ദൈവത്തിന്റെ ഒരു തണ്ടിയും തരോ പിശാച്, അതുകൊണ്ട് അവനെ പേടിച്ചാ ദൈവം നടക്കുന്നത്, ആ നിലയിലൊന്നും അല്ല നമുക്കറിയാൻ കഴിയുന്ന കാര്യം. ദൈവത്തിന് പലപ്പോഴും ലിമിറ്റ് ചെയ്യുന്ന ദൈവത്തിന്റെ ക്വാളിറ്റീസ് തന്നെയാണ്. നമ്മളിപ്പം സാധാരണഗതി പറയുന്നുണ്ടല്ലോ, ക്രൂശിൽ വെച്ചാൽ എന്താ നടന്നത്? ദൈവത്തിന്റെ നീതിയും നിവർത്തിക്കപ്പെട്ടു, ദൈവത്തിന്റെ സ്നേഹവും ക്രൂശിൽ നിവർത്തിക്കപ്പെട്ടു. അന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട്, നീതി കൊണ്ട് പാപം ചെയ്താൽ നമ്മെ വെറുതെ വിടാനും പറ്റത്തില്ല, സ്നേഹം കൊണ്ട് നമ്മളെ നിത്യ മരണത്തിന് വിടാനും കഴിയത്തില്ല. അതുകൊണ്ടാണ് ഈ രണ്ട് കാര്യങ്ങളും ക്രൂശിൽ, കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിൽ നിവർത്തിക്കപ്പെട്ടത് എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ ദൈവത്തെ ലിമിറ്റ് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ദൈവം തന്നെയാ. ദൈവത്തിന് ഒരു ക്വാളിറ്റി സാക്രിഫൈസ് ചെയ്തുകൊണ്ട് വേറൊരു ക്വാളിറ്റി ദൈവത്തിന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റത്തില്ല. ദൈവത്തിന് സ്നേഹവാനുമായിരിക്കണം, നീതിമാനുമായിരിക്കണം. അതുപോലെ തന്നെ എല്ലാ നിലയിലും ദൈവത്തിന്റെ ഗുണഗണങ്ങളെ ആണ് ദൈവത്തിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്നുള്ളത് കൊണ്ട് തന്നെ അത് പിശാചിനെ പേടിച്ചിട്ടോ അല്ലെങ്കിൽ പിശാചിനോട് പോരാടുന്ന ഒരു നിലയിലല്ല എങ്കിൽ തന്നെ നമുക്ക് യെശയ്യാ പ്രവചനമാണ് ഇതിന്റെ ഈ ദൈവത്തിന്റെ സർവായുധ വർഗം എന്ന് പൗലോസ് പറയുമ്പോൾ ഒരുപക്ഷെ അദ്ദേഹം യെശയ്യാ പ്രവചനത്തിൽ നിന്ന് തന്നെയായിരിക്കും ഈ ഭാഗങ്ങളൊക്കെ എടുത്തിരിക്കുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് നമുക്ക് സാധിക്കും. നമുക്കറിയാമല്ലോ, അരയ്ക്ക് സത്യം എന്ന് പറയുമ്പം അതിന് പറഞ്ഞേക്കുന്ന വാക്ക് യെശയ്യാ പ്രവചനം 11-ാം അധ്യായം 5-ാം വാക്യം. ഞാൻ ആ വാക്യം എടുത്ത് വായിക്കാം. അത് നമുക്ക് ആവശ്യമുള്ള കാര്യമല്ല, എന്നാലും അത് ദൈവത്തിന്റെ സർവായുധ വർഗം എന്ന് പറഞ്ഞിരിക്കുന്നതിന്റെ കാരണം എന്താണ് എന്നുള്ളതാണ് നമ്മളവിടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. യെശയ്യാ പ്രവചനം 11-ാം അധ്യായത്തിന്റെ മാത്രമല്ല, ദൈവം അതെങ്ങനെയാ ഉപയോഗിച്ചതെന്നും നമുക്ക് പറയാനായിട്ട് കഴിയത്തില്ല, അവിടെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ദൈവം ഇങ്ങനെയാണ് ആ നിലയിൽ നമുക്ക് അതിനെ ഒരു ഇന്റർപ്രറ്റ് ചെയ്യാനും അതിന് ലിമിറ്റേഷൻ ഉണ്ട്. മാത്രമല്ല, നമുക്ക് ഈ കാര്യങ്ങൾ എഫേസ്യ ലേഖനത്തിന്റെ ഈ കോണ്ടക്സ്റ്റിൽ മാത്രമേ നമുക്ക് അതിനെ എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ, നമുക്കതിനെ വ്യാഖ്യാനിക്കാനായിട്ട് കഴിയത്തുള്ളൂ. നീതി അവന്റെ നടുക്കെട്ടും വിശ്വസ്തത അവന്റെ അരക്കച്ചയുമായിരിക്കും എന്ന് നമ്മൾ അവിടെ വായിക്കുക. ചെന്നായി കുഞ്ഞാടിനോട് പോലെ പാർക്കും എന്നൊക്കെ പറയുന്ന ആ റിസ്റ്റോറേഷൻ 1000 ആണ്ട് വാഴ്ചയിലെ ഉള്ള അല്ലെ ഇശായിയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടി പുറപ്പെടും പറഞ്ഞു തുടങ്ങുന്ന ഭാഗത്താണല്ലോ ഇത് എഴുതിയേക്കുന്നത്. നീതി അവന്റെ നടുക്കെട്ടും വിശ്വസ്തത അവന്റെ അരക്കച്ചയും ആയിരിക്കും എന്ന് പറയുന്ന ഭാഗം നമുക്ക് കാണാം. അതുപോലെ തന്നെ പിന്നൊരു വാക്യം എന്ന് പറയുന്നത് അതിൽ 2ഓ 3ഓ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അവിടെ ഉണ്ട്. 59-ാം അധ്യായം യെശയ്യാ പ്രവചനം 59-ാം അധ്യായം അതിന്റെ 17-ാം വാക്യത്തിൽ നീതി ഒരു കവചം പോലെ ധരിച്ചു. നമുക്കറിയാം ബ്രസ്റ്റ് പ്ലേറ്റ് ഓഫ് സാൽവേ റൈച്ചസ്നെസ് എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. നീതി എന്ന കവചവും രക്ഷ എന്ന ശിരസ്ത്രവും രക്ഷ എന്ന തലക്കോരിക തലയിലിട്ട് അവൻ പ്രതിവാര വസ്ത്രങ്ങളെ എടുത്ത് തീഷ്ണത ഒരു മേലങ്കി പോലെ പുതച്ചു എന്ന് നമ്മളവിടെ വായിക്കുന്നുണ്ട്. അവിടെയാണ് നീതി എന്ന കവചം, രക്ഷ എന്ന തലക്കോരിക എന്ന ഭാഗങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ 52-ാം അധ്യായം 7-ാം വാക്യത്തിൽ നമുക്ക് കാണാം, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, നീതി സുവിശേഷിക്കുന്നവന്റെ കാൽ എത്ര മനോഹരം. 52-ാം അധ്യായം അതിന്റെ 7-ാം വാക്യത്തിൽ സമാധാനത്തെ ഘോഷിച്ച് നന്മയെ സുവിശേഷിക്കുകയും രക്ഷയെ പ്രസിദ്ധമാക്കുകയും സിയോനോട് നിന്റെ ദൈവം വാഴുന്നു എന്ന് പറയുകയും ചെയ്യുന്ന സുവാർത്ത ദൂതന്റെ കാൽ പർവ്വതങ്ങളിന്മേൽ എത്ര മനോഹരം എന്ന് നമ്മളവിടെ വായിക്കും. അപ്പം അത് ഞാൻ പറഞ്ഞല്ലോ, അത് കോണ്ടക്സ്റ്റ് അനുസരിച്ച് തന്നെ അർത്ഥമുണ്ട്. എന്നാൽ ഈ ആത്മീയ പോരാട്ടം എന്നുള്ള നിലയ്ക്ക് നമുക്ക് അത് എഫേസ്യ ലേഖനത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾക്ക് അതിനെ ചിന്തിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ 5-ാം സങ്കീർത്തനം 12-ാം വാക്യം ഷീൽഡ് എന്നുള്ള നിലയിൽ 5-ാം സങ്കീർത്തനം 12-ാം വാക്യം, അവിടെ ഷീൽഡ് എന്ന് പറയുമ്പോഴും ഈ കാര്യത്തെക്കുറിച്ചാണ്. 5-ാം സങ്കീർത്തനം 12-ാം യഹോവ നീതിമാനെ അനുഗ്രഹിക്കും, പരിച കൊണ്ടെന്ന പോലെ നീ അവനെ ദയ കൊണ്ട് മറയ്ക്കും എന്ന് പറയുന്നതായിട്ടുള്ള വാക്യം നമുക്ക് കാണാം. അതുപോലെ തന്നെ 49-ാം അധ്യായം യെശയ്യാ പ്രവചനം 2-ാം വാക്യത്തിൽ ഞാൻ നിന്റെ നാവിനെ വാള് പോലെയാക്കി, അങ്ങനെ 49-ാം അധ്യായം 2-ാം വാക്യത്തിൽ അവൻ എന്റെ വായ മൂർച്ചയുള്ള വാൾ പോലെയാക്കി തന്റെ കൈയുടെ നിഴലിൽ എന്നെ ഒളിപ്പിച്ചു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അവൻ എന്റെ വായെ മൂർച്ചയുള്ള വാൾ പോലെയാക്കി തന്റെ കൈയുടെ നിഴലിൽ എന്നെ മിനുക്കി അമ്പായി തന്റെ പൂണിയിൽ മറച്ചു വെച്ചു എന്ന് നമ്മൾ സാധാരണ വായിക്കുന്ന ഒരു ദൈവവചന ഭാഗമാണ്. ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ഇവിടെ പറയപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ യെശയ്യാ പ്രവചനത്തിൽ ദൈവത്തിന്റെ സർവായുധ വർഗം, ദൈവത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തിന് ഈ കാര്യങ്ങളൊക്കെ ഉള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ
ഈ ഒരു ഭാഗത്ത് നിന്നായിരിക്കാം പൗലോസ് ഇത് എടുത്തു കൊണ്ടുവന്നത് എന്ന് മാത്രമല്ല, എഫസോസിൽ നിന്ന് ലേക്ക് ലേഖനം എഴുതുമ്പോൾ റോമൻ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ടാണ് അദ്ദേഹം ഈ ലേഖനം എഴുതുന്നത് എന്ന് നമുക്കറിയാം. അവിടെ റോമൻ പടയാളികളൊക്കെ അദ്ദേഹത്തിന് കാവൽ നിൽക്കുന്നുണ്ട്, അകമ്പടി പട്ടാളമുണ്ട്. അവിടെയൊക്കെ എന്റെ ബന്ധനങ്ങൾ ക്രിസ്തു നിമിത്തമാകുന്നു എന്ന് ഫേമസ് ആയി എന്നുള്ളത് നമ്മൾ ഫിലിപ്പിയർക്ക് എഴുതുന്ന ലേഖനത്തിൽ വായിക്കുന്നുണ്ട്. അതുകൊണ്ട് പൗലോസ് അവിടെ ബന്ധനസ്ഥനൊന്നും അല്ലെങ്കിൽ വീട്ടു തടങ്കൽ എന്ന പോലെയാണ് അദ്ദേഹം അവിടെ കഴിയുന്നതെങ്കിൽ തന്നെ ഈ റോമൻ പടയാളി നിൽക്കുന്ന നിപ്പെന്ന് പറയുന്നത്, അദ്ദേഹത്തിന്റെ അവരുടെ സർവായുധ വർഗം എന്ന് പറയുന്നത് അത് സാധാരണപ്പെട്ട സംഗതിയല്ല. അത് കണ്ടാൽ ഒരു കാഴ്ച തന്നെയാണ്. ഞാൻ ഇന്നാണ് അതിന്റെ ശരിക്കുള്ള അതിന്റെ ഒരു പടമൊക്കെ നമ്മുടെ ഈ ഇന്റർനെറ്റിൽ നിന്ന് കാണാനായിട്ട് ഇടയായി തീർന്നത്. അവരുടെ വാൾ എങ്ങനെയാണ്, അവരുടെ ഹെൽമെറ്റ് എങ്ങനെയാണ്, അവരുടെ പരിചയം എങ്ങനെയാണ്, ഈ കാര്യങ്ങളൊക്കെ കാണാനിടയായത്. അതൊരു സംഭവം തന്നെയാണ്, യാതൊരു സംശയമില്ല, അതൊരു സംഭവമാണ് എന്ന് നമുക്ക് ഇതൊക്കെ കണ്ടുകൊണ്ട് പൗലോസ് നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു ക്രിസ്തീയ ഗോളത്തിൽ നിൽക്കുന്ന ഒരു ക്രിസ്തീയ പടയാളിയുടെ ഏകദേശമുള്ള ഒരു രൂപരേഖ എന്താണെന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിലാകുകയും, ഇതുപോലെ പൈശാചിക പോരാട്ടം നിറഞ്ഞ പൗലോസ് എഫസോസിൽ നിന്ന് പോയി കഴിഞ്ഞപ്പോഴും അവിടെ വലിയ സമാധാനമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതും പല നിലയിലുള്ള ഡിറ്റോറിയേഷൻസ് അവിടെ ഉണ്ടായി എന്നുള്ളതും തിമത്തിയോസിന് എഴുതുന്ന ലേഖനത്തിൽ നിന്ന് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. ചിലരുടെ വിശ്വാസ കപ്പൽ തകർന്നു പോയതായിട്ടും അതുപോലുള്ള കാര്യങ്ങളൊക്കെ അവിടെ പൊതുവായിട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ തിമത്തിയോസിന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നെയും അവരൊരു പിശാച പിന്നെ അടങ്ങിയിരുന്നിട്ടൊന്നുമില്ല, അവിടെയുള്ള ദൈവമക്കളെ പിന്നെയും 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 പീഡിപ്പിക്കുകയും അവരോട് അവരുടെ വിശ്വാസ ജീവിതത്തിൽ കുറവ് വരുന്ന നിലയിൽ ഇടപെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ലേഖനം എഴുതി അയക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ ആത്മീയ പോരാട്ടത്തിൽ ഒരു പടയാളിയെ പോലെ നമ്മൾ നിൽക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ വളരെ ശ്രദ്ധയോടെയുള്ള ഒരു ഉപദേശമാണ് നൽകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ദൈവത്തിന്റെ സർവായുധവർഗം എടുത്തുകൊള്ളുവിൻ. നമുക്ക് പോരാട്ടം ഉള്ളത് ഇംഗ്ലീഷ് വായിക്കുന്ന അവർ വാർഫെയർ ഈസ് നോട്ട് അഗെയിൻസ്റ്റ് ഫ്ലെഷ് ആൻഡ് ബ്ലഡ്, അങ്ങനെ നമ്മൾ വായിക്കുന്നത്. ഫൈനലി ബി സ്ട്രോങ് ഇൻ ദ ലോർഡ് ആൻഡ് ഇൻ ദ പവർ ഓഫ് ഇൻ ഹിസ് മൈറ്റി പവർ പുട്ട് ഓൺ ദ ആമർ ഓഫ് ഗോഡ്, NIV വായിക്കുന്നത്, സോ ദാറ്റ് യു ക്യാൻ ടേക്ക് യുവർ സ്റ്റാൻഡ് അഗെയിൻസ്റ്റ് ദ ഡെവിൾ സ്കീംസ്. അപ്പൊ സ്കീംസ് എന്താന്ന് നേരത്തെ, ഫോർ അവർ സ്ട്രഗിൾ ഈസ് നോട്ട് അഗെയിൻസ്റ്റ് ഫ്ലഷ് ആൻഡ് ബ്ലഡ്. അപ്പൊ ഈ സ്ട്രഗിൾ എന്ന് വായിക്കുന്ന ഈ വാക്കും വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അത് സാധാരണപ്പെട്ട ഒരു സ്ട്രഗിളോ ഒരു ആം റെസ്ലിങ്ങോ അല്ലെങ്കിൽ എടാന്ന് വിളിച്ച് പോടാന്ന് വിളിക്കുന്ന ടൈപ്പ് റെസ്ലിങ്ങോ ഒന്നുമല്ല. രണ്ടിൽ ഒരു ആള്, അല്ലെങ്കിൽ നമുക്കറിയാം അന്ന് നിലവിലിരുന്ന ഗ്രീക്ക് പശ്ചാത്തലത്തിൽ നിലവിലിരുന്ന ചില കളികളുടെയും ഗുസ്തിപിടുത്തത്തിന്റെയും ചില അതുപോലുള്ള ചില എന്താ പറയുക സ്പോർട്സ് ജിംനേഷ്യങ്ങളിലൊക്കെ നടക്കുന്ന ചില പോരാട്ടങ്ങളെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ് ഇവിടെ പറയുന്ന ഈ ഗുസ്തി, അല്ലെങ്കിൽ ഈ പറയുന്ന അവർ റെസിൽ, അവർ സ്ട്രഗിൾ എന്ന് പറയുന്ന ഈ കാര്യം ചെയ്തേക്കുന്നത്. നമ്മുടെക്കുള്ള പോരാട്ടം ഉള്ളത് ജഡരക്തങ്ങളോട് അല്ല. അപ്പൊ അന്ന് നിലവിലിരുന്ന ഇതിനെപ്പറ്റി വളരെ സംക്ഷിപ്തമായിട്ട് പറയുന്നത്, വളരെ വിശദീകരിച്ച് പറഞ്ഞിട്ടുള്ളതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്, ഒരു വ്യക്തിയെ തോൽപ്പിക്കാനായിട്ട് ഗുസ്തി പിടിക്കുമ്പം ഏത് നിലയിലും അവനെ തോൽപ്പിക്കാനായിട്ട് എങ്ങനെ വേണമെങ്കിലും സാധിക്കുന്ന നിലയിലുള്ള ഒരു പോരാട്ടമായിരുന്നത്. കണ്ണ് ചൂഴ്ന്നെടുക്കുക, അതുപോലെ അവയവങ്ങളൊക്കെ ഒടിച്ചു കളയുക, അല്ലെങ്കിൽ മൂക്കോ ചെവിയോ ഒക്കെ കടിച്ചു പറിച്ചെടുക്കുക, ഇടിച്ചെടുക്കുക. ഈ ഇടിക്കുക എന്ന് പറയുമ്പോൾ തന്നെ അവര് ഉപയോഗിച്ചിരുന്ന ആ ഗ്ലൗസിന് മുകളിൽ മെറ്റാലിക് സ്ട്രിപ്സ് വെച്ചിട്ടാണ് ഇടിക്കുന്നത്. ആ ഇടി കൊണ്ടാൽ മുഖത്തിന്റെ ഷേപ്പ് മാറിപ്പോകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പൊ അതുപോലുള്ള വളരെ വയലന്റ് ആയിട്ടുള്ള ഒരു നമുക്ക് ഇന്ന് വിഭാവനം ചെയ്യാൻ കഴിയുന്ന ഉണ്ടോന്ന് എനിക്കറിയില്ല. ഞാൻ അതങ്ങനെ കണ്ടിട്ടില്ല. കാരണം അങ്ങനെയുള്ള സീനൊക്കെ കാണുന്ന സമയത്ത് ഞാൻ വണ്ടി വിട്ടുകളയും. എനിക്കതൊന്നും കണ്ടുകൊണ്ടിരിക്കാനായിട്ട് എനിക്ക് വയ്യ. അതുകൊണ്ട് തന്നെ വളരെ മനുഷ്യ മനസ്സിന് ഒരിക്കലും കണ്ടു നിൽക്കാനാവാത്ത, പിടിച്ചു നിൽക്കാനാവാത്ത നിലയിലുള്ള ഒരു പോരാട്ടമാണ് ഈ സ്ട്രഗിൾ എന്ന് പറയുന്നത്. ഏത് നിലയിലും ഒരു വിശ്വാസിയെ തറ പറ്റിക്കുക എന്നുള്ള നിലയിൽ പിശാച് അവനെ തീർത്ത് കളയാൻ തക്കവണ്ണം ഉള്ള ഒരു നിലവാരത്തിലുള്ള ഒരു പോരാട്ടമായിരുന്നു ഉണ്ടായിരുന്നു എന്നുള്ളത് 1-ാം നൂറ്റാണ്ടിലെ, പ്രത്യേകിച്ച് നമ്മൾ ഏഷ്യ മൈനറിൽ ഉണ്ടായിരുന്ന സഭകളുടെ ചരിത്രവും കാര്യങ്ങളും ഒക്കെ പഠിക്കുമ്പം നമുക്ക് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാകും. വെളിപ്പാട് പുസ്തകത്തിന്റെ പശ്ചാത്തലം വായിക്കുമ്പം നമുക്ക് മനസ്സിലാകും. അപ്പൊ ആ നിലയിലുള്ള ഒരു പോരാട്ടമാണ് ഇവിടെ പറയുന്നത്. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോട് അല്ല. ഈ മാംസം പിടിച്ചു പറിക്കുകയും അല്ലെങ്കിൽ അത് മുറിച്ചു കളയുകയും
അങ്ങനെയുള്ള വ്യക്തികളെ ഇടിച്ച് ഷേപ്പ് മാറ്റി കളയുന്നത് പോലുള്ള ഒരു പോരാട്ടത്തിലല്ല നാം ഏർപ്പെട്ടിരിക്കുന്നത്. മറിച്ച് നമുക്ക് പോരാട്ടം ഉള്ളത്, നമ്മുടെ പോരാട്ടം, അവർ റസിൽ ഈസ് നോട്ട് അഗെയിൻസ്റ്റ് ഫ്ലഷ് ആൻഡ് ബ്ലഡ്. പോരാട്ടമുള്ളത് വാഴ്ചകളോട്, അധികാരങ്ങളോട്, അന്ധകാരത്തിന്റെ ലോകാധിപതികളോട്, സ്വർലോകങ്ങളുടെ ദുഷ്ടാത്മസേനയോട് അത്രേ എന്ന് പറയും. അപ്പൊ 4 നിലയിലുള്ള പൈശാചിക പോരാട്ടത്തിന്റെ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, വാഴ്ചകൾ എന്ന് പറയുമ്പം പ്രധാനപ്പെട്ട പൈശാചിക ശക്തിയാ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ദാനിയേലിന്റെ പുസ്തകം 10-ാം അധ്യായം 13-ാം വാക്യത്തിൽ വായിക്കുന്നത് പോലെ പാർസ് രാജ്യത്തിന്റെ പ്രഭു എന്നോട് എതിർത്തു നിന്നു എന്നൊക്കെ പറയുന്ന നിലയിലുള്ള പ്രധാനപ്പെട്ട പൈശാചിക ശക്തികളെയാണ് ഈ വാഴ്ചകൾ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകാം. അന്ധകാരത്ത് ഈ ജഡങ്ങളോടല്ല, വാഴ്ചകളോട്, അധികാരങ്ങളോട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട പൈശാചിക ശക്തികളിൽ നിന്ന് അധികാരം പ്രാപിച്ച അതിന് കീഴിലുള്ള ചില അതിനേക്കാൾ പ്രാധാന്യം കുറഞ്ഞ, അല്ലെങ്കിൽ അതിനേക്കാൾ അതിന്റെ അണ്ടറിൽ വരുന്ന പൈശാചിക അധികാരങ്ങൾ എന്നുള്ള ഒരു അർത്ഥത്തിലാണ് അതിന്റെ അർത്ഥം വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുള്ളത്. പാഴ്ചകളോട്, അധികാരങ്ങളോട്, ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോട് എന്നുള്ള ഇത് നമുക്കവിടെ കാണാനായിട്ട് കഴിയും. ഈ അന്ധകാരത്തിന്റെ ലോകാധിപതി, സ്പിരിച്വൽ വിക്കറ്റ്നെസ്, അത് സ്വർലോകങ്ങളെ ദുഷ്ടാത്മ സേനയോടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മൂന്നാമത് പറയുന്ന ഈ കാര്യം റൂളേഴ്സ് ഓഫ് ദിസ് ഡാർക്ക് വേൾഡ് എന്നുള്ളതാണ് നമുക്ക് കാണുന്നത്. അത് നമുക്ക് അധികാരങ്ങളോടും അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും. ഇംഗ്ലീഷ് വായിക്കുന്നത് 6:12 വായിക്കാം. Against powers of this dark world, against the spiritual forces of evil in the heavenly places. അപ്പൊ ഇപ്പൊ പറഞ്ഞ against powers of this dark world എന്ന് പറയുമ്പം അതിനെ ഉദ്ദേശിക്കുന്നത് ഈ അതിനെ ഒരു ദേവദാസൻ പറഞ്ഞ ഒരു ഇതാ ഞാൻ ഇപ്പൊ പറയുന്നത്. എനിക്കത് വളരെ അർത്ഥവത്തായിട്ട് തോന്നി. കാരണം പല നിലയിലുള്ള ചില ഇൻഫേമിറ്റീസും അതുപോലെ പല നിലയിലുള്ള എന്താ പറയുന്നേ പ്രശ്നങ്ങൾ ഉണ്ടാകത്തക്കവണ്ണം, ഇപ്പൊ നമുക്കറിയാം കർത്താവ് ജീവിച്ചിരുന്ന സമയത്ത് ഊമനും ചെകിടനുമായ ആത്മാവിനെ ശാസിച്ചു, ചില രോഗങ്ങളുടെ ആത്മാവിനെ. അതുപോലെ ചില നമുക്കറിയാം മദ്യപാനത്തിന്റെ ആത്മാവ്, അതുപോലെ പല തിന്മകളുടെ ആത്മാവ്, പല പാപങ്ങളും നമ്മൾ ചെയ്തു കാണുമ്പം അതിന് പിറകിൽ ഒരു ആത്മാവ് ഉണ്ട് എന്ന് നമ്മൾ ധരിക്കാറില്ല. എന്നാൽ ആ പാപങ്ങളിൽ അത്തരം ആൾക്കാർ മുന്നേറി കഴിയുമ്പം അവർക്കത് പിന്നീട് ചെയ്യാൻ കഴിയാത്ത നിലയിൽ ആത്മീയമായിട്ടൊരു ബന്ധനത്തിൽ അവരാകുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. കാരണം പലപ്പോഴും ഒരു കള്ളം പറയുകയോ അല്ലെങ്കിൽ ഒരു തെറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നിലയുള്ള കാര്യങ്ങൾ ദൈവികമല്ലാത്ത, ദൈവിക വെളിച്ചത്തിന്, ദൈവത്തിന്റെ വചനത്തിന് ചേരാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിയുമ്പോൾ, ഒരു പ്രാവശ്യം ചെയ്യുകയോ മാനസാന്തരപ്പെടുകയോ ചെയ്തു കഴിയുമ്പോൾ അത് ഒരുപക്ഷെ നമ്മൾ അറിയുന്നില്ല. എന്നാൽ കണ്ടിന്യൂസ് ആയിട്ട് ചില പാപങ്ങൾക്ക് നമ്മൾ കീഴടങ്ങി കഴിയുമ്പം ചില ആത്മീയ ശക്തികളാണ് അത് നമ്മുടെ ജീവിതത്തിൽ വരുത്തുന്നത്, പൈശാചിക ശക്തികളാണ് നമ്മുടെ ജീവിതത്തിൽ അത് കൊണ്ടുവരുന്നതെന്നും അത്തരം ആത്മാക്കളെയൊക്കെ കർത്താവും അപ്പോസ്തലന്മാരും ദൈവദാസന്മാരും ഡൗൺ ടു സെഞ്ചുറീസ് അതിനെയൊക്കെ ശാസിക്കുകയും പുറത്താക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതായിട്ടുള്ള പല അനുഭവങ്ങളും നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പൊ പ്രത്യേക നിലയിൽ പ്രാവീണ്യം നേടിയിട്ടുള്ള ഈ അന്ധകാരത്തിന്റെ ആത്മാക്കൾ എന്നുള്ള നിലയിലും തുടർന്ന് നമ്മൾ വായിക്കുന്നത് സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനയോടുമാണ് നമുക്ക് പോരാട്ടമുള്ളത്. അപ്പൊ ഇത്രയും ഫോഴ്സസ് ഒരു ദൈവത്തിന്റെ പൈതലിനോട് എതിർക്കുന്നുണ്ട്. അല്ലെങ്കിൽ ആത്മീയ യുദ്ധത്തിൽ ഇത്തരം ശക്തികളെയൊക്കെ നമുക്ക് നേരിടേണ്ടതായിട്ട് വരുന്നുണ്ട്. വാഴ്ചകളോട്, അധികാരങ്ങളോട്, വാഴ്ചകളോട്, അധികാരങ്ങളോട്, അന്ധകാരത്തിന്റെ ലോകാധിപതികളോട്, സ്വർലോകങ്ങളുടെ ദുഷ്ടാത്മസേനയോട്, നമുക്ക് സ്പിരിച്വൽ വിക്കറ്റ്നസ് ഇൻ ഹൈ പ്ലേസസ്. അപ്പൊ അതിനെ നമുക്കറിയാം. 2-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോഴും, എഫേസ്യയിലെ 2-ാം അധ്യായം വായിക്കുമ്പോഴും അവിടെയും നമ്മൾ കാണുന്നുണ്ട്, നിങ്ങൾ മുമ്പേ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. ഹെവൻലി പ്ലേസസ് എന്ന് പറയുന്നത് പല പ്രാവശ്യം എഫേസ്യർ എന്ന ലേഖനത്തിൽ പറയുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് നമുക്കറിയാം. ആ സ്വർലോകങ്ങളുടെ ദുഷ്ടാത്മസേന, നാം സ്വർഗത്തിൽ അവനോടുകൂടി ഉയർത്തെഴുമ്പി സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ തന്നെ
ഈ സ്വർലോകങ്ങൾ എന്നുള്ളൊരു വാക്ക് ഇവിടെ ഉപയോഗിച്ചേക്കുന്നത് കാണാം. സ്വർലോകങ്ങൾ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഭൂമിക്ക് മുകളിലുള്ള ഈ വായുമണ്ഡലം എന്നുള്ള ഒരു അർത്ഥത്തിലാണ് അതിനെ ഉപയോഗിച്ചേക്കുന്നത്. കാരണം ഈ വായുമണ്ഡലത്തിൽ ഇന്നും മാത്രമല്ല പല പൈശാചിക ദൂതന്മാരും പൈശാചിക ശക്തികളും ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടും വ്യാപരിച്ചുകൊണ്ടും ഇരിക്കുന്നത് ഈ ഈ വായുമണ്ഡലത്തിൽ, അല്ലെങ്കിൽ അതിന് ശരിക്കുള്ള ഒറിജിനൽ അതിന്റെ ഭാഷയിൽ അതിന്റെ വ്യാഖ്യാനം എന്ന് പറയുന്നത് ഈ പർവ്വതങ്ങൾക്ക് കീഴേ ഉള്ള, അല്ലെങ്കിൽ പർവ്വതങ്ങളുടെ ഉയരത്തിനും താഴെയുള്ള വായുമണ്ഡലം എന്നുള്ള ഒരു അർത്ഥത്തിലാണ് അതിനെ വ്യാഖ്യാനിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പൊ ഇതിനോടൊക്കെയാണ് നമുക്ക് പോരാട്ടമുള്ളത്. കാലഗതി ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിന് അധിപതിയായവനെയും അനുസരിച്ച് നടന്നു എന്ന് 2-ാം അധ്യായത്തിലും നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പൊ നമ്മുടെ പോരാട്ടം, നമ്മൾ ഒരു വ്യക്തി നമ്മളോട് എന്തെങ്കിലും പറയുകയോ അല്ലെങ്കിൽ നമ്മളോട് എതിർക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ആ വ്യക്തിയോടാണ് പലപ്പോഴും പ്രയാസം ഉണ്ടാവാറുള്ളത്. എന്നാൽ ആ വ്യക്തിയല്ല, ആ വ്യക്തിയുടെ പുറകിൽ അവനെ അസ്വസ്ഥപ്പെടുത്തുകയും നമ്മളെ എതിർക്കാനും നമ്മുടെ വിശ്വാസ ജീവിതത്തിന് തടസ്സം ഉണ്ടാകാനുമായിട്ടുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കാനുമായിട്ട് അതിന് പുറകിൽ ചില ആത്മീയ ശക്തികൾ പോരാടുന്നുണ്ട്. നമ്മൾ യഥാർത്ഥത്തിൽ ഇപ്പൊ പോരാടേണ്ടത് അവരോടാണ്, അല്ലാതെ നമ്മളോട് ഇഷ്ടക്കേടോ അല്ലെങ്കിൽ പ്രയാസമോ നമുക്ക് എതിർപ്പോ ഉണ്ടാക്കുന്നതിൽ വ്യക്തികളെ അല്ല നമ്മൾ വെറുക്കേണ്ടത്, മറിച്ച് ഇതുപോലുള്ള ശക്തികളെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടതും നമ്മൾ നേരിടേണ്ടതും എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽക്കാനും കഴിയേണ്ടതിന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഈ നിൽക്കേണ്ടതിന് സ്റ്റാൻഡ്, ബിറ്റ് സ്റ്റാൻഡ് എന്നൊക്കെയുള്ള വാക്കുകൾ നമ്മൾ ഈ ഭാഗങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. എന്താ ഈ സ്റ്റാൻഡ് എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം, ഒരു ഇതുപോലുള്ള ആത്മീയ യുദ്ധത്തിൽ നമ്മൾ ഏർപ്പെടുകയാണ്. അപ്പോൾ ഈ ദൈവത്തിന്റെ സർവായുധ വർഗങ്ങളൊക്കെ എടുത്ത് നമ്മൾ അണിഞ്ഞിട്ട് ഇരിക്കുന്ന ഒരു വ്യക്തി, ഒരു ഫൈറ്റ് ചെയ്യാൻ പോകുന്ന ഒരു വ്യക്തി തല കുനിച്ചൊരിക്കലും നിൽക്കത്തില്ല. അവൻ വളരെ കോൺഫിഡന്റ് ആയിട്ട് ശത്രുവിന്റെ മുഖത്തേക്ക് നോക്കി, അല്ലെങ്കിൽ അവന്റെ കണ്ണുകളിലേക്ക് നോക്കി, അവരോട് പൂർണ്ണ ആത്മവിശ്വാസത്തോട്, നമുക്ക് ദൈവാശ്രയത്തോടുകൂടെ അവനെ എതിരാകാൻ തക്കവണ്ണം ഒരു സോൾജിയർ എടുക്കുന്ന പൊസിഷനെയാണ് സ്റ്റാൻഡ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുക. എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും വിത്ത് സ്റ്റാൻഡ് എന്ന് പറയുന്നതും അത് തന്നെയാണ്. എനിമി നമ്മളെ പുറമോട്ട് കുറെ തള്ളിക്കൊണ്ടു പോയാലും തിരിച്ചവനെ ഏത് ഭാഗത്തു നിന്നാണോ അവൻ തള്ളിക്കൊണ്ട് വന്നത് അവിടെ തന്നെ തിരിച്ച് ചെന്ന് എത്തിക്കുന്ന ഒരു നിലയിലുള്ള ഒരു ഇതാണ് ഈ വിത്ത് സ്റ്റാൻഡ് എന്ന് പറയുന്നത് കൊണ്ട് അതിന്റെ ഒറിജിനൽ ഭാഷയിൽ ഉദ്ദേശിക്കുന്നത്. അപ്പം പല നിലകളിൽ ഈ വിത്ത് സ്റ്റാൻഡ് എന്ന് പറയുമ്പോൾ കോൺഫിഡൻസോടുകൂടെ, ദൈവത്തിലുള്ള ആശ്രയത്തോടുകൂടെ, വിശ്വാസത്തോടുകൂടെ ദൈവത്തിന്റെ സർവായുധവർഗവും എടുത്ത് അല്ലെങ്കിൽ പിശാചിനെ പ്രതിരോധിക്കാൻ തക്കവണ്ണവും അവനെ ആക്രമിക്കാൻ തക്കവണ്ണവും ആ കോൺഫിഡൻസോടുകൂടെ നിൽക്കുന്ന ആ നിൽപ്പിനെയാണ് നമ്മൾ ഈ സ്റ്റാൻഡ് എന്ന് പറയുന്നത് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ദൈവത്തിന്റെ സർവായുധ വർഗം എടുത്തുകൊള്ളുവീൻ എന്ന് രണ്ടാമതും, നേരത്തെ നമ്മൾ ദൈവത്തിന്റെ സർവായുധ വർഗം എന്ന് പറഞ്ഞു, രണ്ടാമത് പിന്നെ ഇവിടെ ദൈവത്തിന്റെ സർവായുധ വർഗം എടുത്തുകൊള്ളു. നിങ്ങൾക്ക് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം എടുത്തുകൊള്ളു. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെയൊക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിച എടുത്തും കൊണ്ട് നിൽപ്പീൻ. രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനം എന്ന ആത്മാവിന്റെ വാളും കൈക്കൊള്ളുവീൻ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ എന്തിനോടാണ് പൗലോസ് ഇവിടെ ഉപമിച്ചേക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ചില കാര്യങ്ങൾ ഇവിടെ നമുക്ക് ഡിഫൈൻ ചെയ്യാനായിട്ട് പ്രയാസമാണ്. പിന്നെ ഗസ് ചെയ്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ അർത്ഥത്തിലേക്ക് എത്താമെങ്കിൽ തന്നെ അങ്ങനെ എത്തുന്ന ഇതൊരു ശരിയായ കാര്യമല്ലല്ലോ. അതുകൊണ്ട് തന്നെ അവിടെ മനസ്സിലാകുന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാം, അല്ലാത്തത് ദൈവത്തിന് നമുക്ക് വിടാം എന്നുള്ളതാണ് എനിക്ക് ആ ഭാഗം. ഇതിനു മുന്നേ ഇതിന് വളരെ സ്പെഷ്യൽ ഇന്റർപ്രിട്ടേഷൻ ഒക്കെ കൊടുത്ത് ഞാൻ പ്രസംഗിച്ചിട്ടുള്ള ആളാണ്. എന്നാൽ പിന്നെ വന്നപ്പോൾ എനിക്കത് മനസ്സിലായി. ദൈവവചനത്തിൽ യഥാർത്ഥത്തിൽ നമുക്ക് നേരിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് പറയാം, അല്ലാത്തതിനെ കുറിച്ച് നമ്മൾ ഗസ് ചെയ്ത് നമ്മൾ അതിനെക്കുറിച്ച് പറയുന്നത് കൊണ്ട് കാര്യമില്ല. എന്തായാലും ദൈവത്തിന്റെ സർവായുധവർഗം എടുത്തുകൊള്ളുകയും 1 തെസ്സലോനിക്ക ലേഖനം 5-ാം അധ്യായം 6-ാം വാക്യം വായിക്കുമ്പോഴും ഇത് തന്നെ നമുക്ക് അവിടെ കാണാം. എന്നാൽ അവിടെ ഉപയോഗിച്ചേക്കുന്നത് വേറൊരു നിലയിലാണ് അതിനെ ഉപയോഗിച്ചേക്കുന്നത്, അല്ലെങ്കിൽ ഇച്ചിരി വ്യത്യാസം അവിടെ നമുക്ക് ഈ എന്താണ് രക്ഷ എന്താണ്, ശിരസ്ത്രം എന്താണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയും. അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. പൗലോസ് ഇവിടെ ഇതൊക്കെ എടുത്തുകൊണ്ടുള്ള നിൽപ്പാണ് ഉദ്ദേശിക്കുന്നത്, അല്ലാതെ ദൈവവചനം കയ്യിൽ തന്നെ ആണോ പിടിച്ചേക്കുന്നത് എന്ന് നമ്മൾ ആത്മീയമായിട്ട് ചിന്തിക്കുന്നതിന്റെ സാങ്കത്യം എന്താ?
ദൈവവചനം നമ്മൾ വായിക്കണം, ദൈവവചനത്തിലെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം, അത് നമ്മുടെ അതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കണം, കോണ്ടസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കണം. അത് ഏതൊക്കെ നിലയിൽ അതൊക്കെ വളച്ചൊടിച്ച് പിശാച് നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ ഓ, അവന്റെ അവന്റെ കാപട്യങ്ങൾ, കള്ളങ്ങൾ നമ്മുടെ മനസ്സിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് വരുമ്പോൾ അതിനോട് എതിർത്ത് നിൽക്കാൻ കഴിയണം. അതാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ കയ്യിൽ എന്ന് പറയുമ്പോൾ അത് നമ്മുടെ മാനുഷികമായ കയ്യിലല്ല എന്നുള്ളതും വിശ്വാസത്താലുള്ള ഒരു കയ്യിലാണ് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ അതിനെ ഒരു അക്ഷരം പ്രതി നമ്മൾ അതിനെ വ്യാഖ്യാനിച്ച് കാലേൽ ഇതായിരിക്കണം, കയ്യേൽ ഇതായിരിക്കണം എന്ന് പറയുന്നതിനേക്കാളും ഇതൊക്കെ ഒരു വിശ്വാസിക്ക് വേണ്ടതായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കാനായിട്ട് കഴിയത്തുള്ളൂ എന്നുള്ള ഒരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് നമ്മൾ നേരത്തെ വായിച്ചതുപോലെ തന്നെ ഇത് ദൈവത്തിന്റെയും സർവായുധ വർഗം. അപ്പൊ ദൈവത്തിന് ഈ നമ്മൾ അണിയുന്ന നിലയിലാണോ ദൈവം അത് കാണുന്നത്? അല്ല. ദൈവത്തിന് ഒരു തന്റെ സ്വന്തം നീതിയുണ്ട്. അല്ലെങ്കിൽ നമ്മൾ രക്ഷ എന്ന് ഉദ്ദേശിക്കുന്നതല്ല ദൈവത്തിന്റെ രക്ഷ. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നിലയിൽ അതിനെ ഒന്നും നമുക്ക് ആ നിലയിൽ കമ്പയർ ചെയ്യാനോ ദൈവം ഉപയോഗിക്കുന്ന പോലെ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്നോ പറയാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. നമുക്കതൊരിക്കലും നമ്മളൊരു സൃഷ്ടിയും പാപത്തിൽ വീണ് കിടക്കുന്ന ഒരു വ്യക്തിയും ഒരിക്കൽ പിശാചിന്റെ അധീനതയിൽ ആയിരുന്നവരും ആയതുകൊണ്ട് ആ നിലയുള്ള തന്ത്രങ്ങളാണ് നമ്മുടെ നേർക്ക് പലപ്പോഴും പിശാച് ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഈ ഭാഗം ഞാൻ പറഞ്ഞു പോകും. അതുകൊണ്ട് നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചു. അപ്പൊ എനിക്കത് മനസ്സിലാക്കാൻ കഴിയുന്നതായിട്ടുള്ള കാര്യം, സത്യം ധരിക്കുക എന്ന് പറയുമ്പം നമുക്കറിയാമല്ലോ, അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ അരയ്ക്ക് കെട്ടുന്ന ബെൽറ്റ് എന്ന് പറയുന്നത്. ഇന്നാ ഞാൻ ഈ ബെൽറ്റിന്റെ ഒരു രൂപം നമ്മുടെ യൂട്യൂബില് കാണാനായിട്ട് ഇടയായി തീർന്നു. എങ്ങനെയാണ് ഈ രൂപം? അത് ഒരു പുരുഷനായിരിക്കുമല്ലോ പടയാളിയായിട്ടുള്ളത്. അവന്റെ ഈ ബെൽറ്റില് അവന്റെ പരിച തൂക്കിയിടാനും വാള് തൂക്കിയിടാനും ഉള്ള ഒരു പ്രൊവിഷൻ അതിലുണ്ട്. മെറ്റാലിക്ക, ബാക്കിലുള്ള ഭാഗം മെറ്റാലിക്ക. അപ്പം അതിന്റെ കൊളുത്ത്, അതിന്റെ കാര്യങ്ങളും ഒക്കെ. ഫ്രണ്ട് ഭാഗത്ത് അവന്റെ ജനനേന്ദ്രിയം അല്ലെങ്കിൽ അവന്റെ മുമ്പിലുള്ള അവന്റെ ലൈംഗിക അവയവങ്ങളുള്ള ഭാഗത്ത് വളരെ സ്ട്രിപ്സ് പോലെ തൂങ്ങിക്കിടക്കുന്ന ചില കാര്യങ്ങളുണ്ട്. മെറ്റാലിക് ആയിട്ടുള്ള സ്ട്രിപ്സ് പോലെ തൂങ്ങിക്കിടക്കുന്ന. കാരണം അവിടെ അവനെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവൻ ഒറ്റ അടിക്ക് തന്നെ അവൻ താഴെ വീണ് പോകും എന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് ലൈംഗിക അവയവങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്ന നിലയിൽ ഉള്ള ചില സംഗതികൾ അതിന്റെ ഫ്രണ്ടിൽ തന്നെ തൂങ്ങിക്കിടക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. അതാണ് ഈ അരയ്ക്ക് കിട്ടുന്ന. കാരണം ഒരു പടയാളിയെ സംബന്ധിച്ച് അവന്റെ അരയ്ക്ക് കിട്ടുന്ന ബെൽറ്റ് ആണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്നുള്ളത് നമുക്ക് അല്ലേ തന്നെ മനസ്സിലാവും. നമ്മൾ പടയ്ക്കൊന്നും പോകുന്നില്ല. സാധാരണ നമ്മൾ നമ്മുടെ കണ്ടത്തിലൊക്കെ പണിയെടുക്കുകയോ അല്ലെങ്കിൽ അതുപോലെ ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ തന്നെ അരയ്ക്ക് ഇത് നല്ലപോലെ കെട്ടി ഉറപ്പിക്കുക എന്നുള്ളത് എത്രമാത്രം പ്രാധാന്യമുള്ളതാണ് എന്ന് നമുക്കറിയാം. കാരണം ഒരാൾക്ക് നിവർന്നു നിൽക്കാനായിട്ട്, തന്റെ ശക്തി മുഴുവനായിട്ട് എടുക്കാനായിട്ട് ഒക്കെ ഈ അരയ്ക്ക് കെട്ടുന്ന ബെൽറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഇവിടെ നമുക്ക് വേണമെങ്കിൽ പല ആൾക്കാർ അതിനെ ദൈവവചനമാകുന്ന സത്യം എന്നൊക്കെ പറയാറുണ്ട്. എന്നാൽ ഒന്നുകൂടെ നമുക്കതിനെ പറയാമെങ്കിൽ, ഈ പൈശാചിക പോരാട്ടത്തിൽ വളച്ചുകെട്ടില്ലാതെ ഇപ്പൊ നമ്മൾ പാപികളാണെന്ന് നമ്മൾ ഇപ്പൊ ഒരു ആത്മീയ പോരാട്ടത്തിൽ നിൽക്കുന്നു. നമ്മൾ പരദേശി മോക്ഷയാത്രയെ നമ്മൾ വായിക്കുന്ന പോലെ സഞ്ചാരിയോട് പറയുക, നീ ഇന്ന തെറ്റുകളൊക്കെ ചെയ്തല്ലോ. ഉടനെ അയ്യോ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, ഞാൻ നിന്നോട് ഇപ്പൊ പോരാടാൻ നിൽക്കുക എന്ന് പറഞ്ഞതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യവുമില്ല. കാരണം ഞാനൊരു പാപിയായിരുന്നു. പരദേശി അത് ജയിച്ചത് അങ്ങനെ. ഞാനൊരു പാപിയായിരുന്നു. പിശാചേ, നീ പറഞ്ഞ പാപങ്ങൾ മാത്രമല്ല, അതിനെ അപ്പുറത്തുള്ള പാപങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. നീ പറഞ്ഞതും എന്നോട് ദൈവം ക്ഷമിച്ചു തന്നു, നീ പറയാത്തതും എന്നോട് ദൈവം ക്ഷമിച്ചു തന്നു എന്ന് പറഞ്ഞ് പിശാചിയെ ആ പരദേശി അല്ലെങ്കിൽ ജയിക്കുന്നതായിട്ടുള്ള ഭാഗം നമ്മൾ ഓർക്കുന്നുണ്ട്. എന്ന് പറഞ്ഞതുപോലെ ആ ദൈവികമായ സത്യങ്ങളാൽ ദൈവസന്നിധിയിൽ ദൈവികമായ സത്യങ്ങളാൽ ഉറപ്പിക്കപ്പെട്ടത് എന്നുള്ള ഒരു നിലയിൽ തന്നെ എടുക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വേറെ ആരെങ്കിലും ഏതെങ്കിലും ആത്മീയമായി പ്രയോജനമുള്ള നിലയിൽ എടുത്താൽ എനിക്ക് ഒരു കുഴപ്പമില്ല. ഞാനത് എൻ്റെ ഒരു നിലയിൽ അത് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. വളച്ചുകെട്ടില്ലാതെ നേരെ ചൊവ്വേ ഞാൻ എന്താണോ, ഞാൻ ആരാണോ എന്ന് വെളിപ്പെടുത്തുമ്പോൾ നമുക്കറിയാമല്ലോ, പല പ്രാർത്ഥനകൾക്കും ഇതുപോലെ പിശാചിനെ ഇറക്കുന്ന സ്ഥലത്തുമൊക്കെ പിശാചിനെ ഇറക്കാൻ ചെയ്ത ഉപദേശിയുടെ കുറവുകൾ വിളിച്ചു പറഞ്ഞിട്ടുള്ള പിശാചിനെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. ഉപദേശി ഇന്ന പരിപാടി ചെയ്തിട്ടല്ലേ വന്നേക്കുന്നേ. അപ്പം ചില ദൈവഭക്തന്മാർ അതിനെ ജയിച്ചിട്ടുണ്ട്. കാരണം നമ്മുടെ ഏറ്റുപറഞ്ഞ ദൈവസന്നിധിയിൽ ഉപേക്ഷിച്ച കാര്യങ്ങളെ പിന്നെയും ഓർപ്പിക്കുക എന്ന് പറയുന്നത് പിശാചിന്റെ ഹിറ്റ് ലിസ്റ്റിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട പരിപാടിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചതാണേ പോലും അത് പിന്നെയും ഓർപ്പിക്കുക. അപ്പം നമ്മളത് ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ ഒരു വിഷയമാണ്. ഞാൻ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ വിഷയമാണ്. ആ വിഷയത്തിൽ എന്നെ ദൈവം ഇന്ന് പകയ്ക്കുന്നില്ല, ദൈവം എന്നെ വെറുക്കുന്നില്ല
എന്നെ കർത്താവ് ഇന്ന് സ്നേഹിക്കുന്നുണ്ടെന്ന് ഏറ്റുപറയുന്നതിൽ എന്തുവാ തെറ്റ് വരുന്നത്? അപ്പൊ ആ നിലയിലുള്ള ഒരു ഒരു ദൈവിക സത്യം, ആ ദൈവത്തിന്റെ സത്യത്തിൽ നിലനിൽക്കുക എന്നുള്ള ഒരു അർത്ഥത്തിൽ ഞാൻ അതിനെ തൽക്കാലം ആ നിലയിൽ അതിനെ കാണാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അടുത്തത് നമ്മൾ വായിക്കുന്നത് നീതി എന്ന കവചം. അതും ചിലര് അവനവന്റെ നീതി എന്ന് പറയുന്നുണ്ട്. അത് എത്രമാത്രം ആപ്ലിക്കബിൾ ആണെന്ന് എനിക്ക് അറിയത്തില്ല. കാരണം ഒരിക്കലും നമുക്ക് നമ്മുടെ നീതി വെച്ചിട്ട് നിൽക്കാൻ കഴിയില്ല. ആത്മീയ പോരാട്ടം എന്ന് പറയുന്നത് തന്നെ നമുക്ക് പലപ്പോഴും മനസ്സിലാകും. നമ്മൾ നമ്മുടെ നിലയ്ക്ക് നമ്മുടെ നീതിയിൽ നിൽക്കാനും നമ്മുടെ റൈച്ചസ്നെസ്സിൽ നിൽക്കാനും നമ്മുടെ ആ ഒരു വരുതിയിലും നമ്മുടെ ശക്തിയിലുമാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു മെന്റാലിറ്റിയിലേക്ക് വരാൻ ആ പിശാച് പലപ്പോഴും നമ്മൾ നിർബന്ധിക്കുന്നത്. ഈ ആത്മീയ പോരാട്ടങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും, ഇത് എനിക്ക് ക്രിസ്തുവിന്റെ ഇതൊന്നും അല്ല, എനിക്ക് എന്റെ നീതി തന്നെ ഉണ്ട് എന്ന് പറയാൻ തക്കവണ്ണം ഉള്ള ഒരു പോരാട്ടമാണ് നമുക്ക് പലപ്പോഴും വരുന്നത്. ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, എനിക്ക് ഇത്രയൊക്കെ നാളായിട്ട് ഇത്രയൊക്കെ നീതി ഉണ്ടെന്ന് നമ്മുടെ നീതിയിൽ നിൽക്കാനുള്ള ഒരു പ്രേരണ. അതുകൊണ്ട് ഒരിക്കലും അവിടെ പറയുന്ന നീതി സ്വന്തം നീതിയാണ് എന്ന് എനിക്ക് ചിന്തിക്കാനായിട്ട് എനിക്ക് പ്രയാസമുണ്ട്. അതുകൊണ്ട് തന്നെ അത് കർത്താവിങ്കിൽ നിന്ന് നേടിയ നീതിയാണ്. നീതി എന്ന കവചം മൊത്തം ശരീരത്തെ മറയ്ക്കുന്ന ഈ ബെൽറ്റിനോട് ചേർന്ന് തന്നെ ഈ കവചവും ഉള്ളത് എന്ന് നമുക്കറിയാം. അത് മാത്രമല്ല, ഈ കവചം ശരിക്കും നിൽക്കണമെങ്കിൽ ഈ ബെൽറ്റ് മര്യാദയ്ക്ക് കെട്ടിയാലേ പറ്റത്തുള്ളൂ. അപ്പൊ നീതി എന്ന കവചം കർത്താവിലുള്ള, നമുക്കറിയാം പരദേശി മോക്ഷയാത്ര തന്നെ പിന്നെ ഞാൻ എടുക്കുകയാണ്. എത്ര പ്രാവശ്യമാണ് ആ പരദേശിയെ അവന്റെ ലക്ഷ്യത്തിൽ എത്താതെ വണ്ണം പിശാച് പല നിലകളിൽ അവനെ മാനസികമായിട്ട് ബാധിക്കാൻ നോക്കുന്നത്, എങ്ങനെയാണ് അതിനെ ജയിച്ചത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ക്രിസ്തുവാണ് എന്റെ നീതി എന്ന് വിശ്വസിക്കുന്ന ഒരു ദൈവത്തിന്റെ പൈതലിന് മാത്രമേ ഈ ആത്മീയ പോരാട്ടത്തിൽ നിലനിൽക്കാനായിട്ട് സാധിക്കത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകുക. സമയം ഇവിടം വരെ എത്തി. 37 മിനിറ്റായി. ഈ 4:45 ഞാൻ തുടങ്ങിയതാന്ന് തോന്നുന്നു അല്ലേ? അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ അരയ്ക്ക് സത്യം എന്ന നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം ചെരുപ്പാക്കിയും. നമുക്കറിയാം ഈ ഈ കവചം എന്ന് പറയുമ്പോഴും റോമ പടയാളികളുടെ കവചം എന്ന് പറയുന്നത് ചില്ലറ കവചമൊന്നും അല്ലായിരുന്നു. അത് ഈ കവച കുണ്ടലം എന്നൊക്കെ, കർണന്റെ കവച കുണ്ടലം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളത് പോലെ അതൊരു കുണ്ടലം തന്നെ ആയിരുന്നു. കാരണം ഒരു ഭാഗത്തല്ല, ഈ നെഞ്ച് കഴുത്തിന്റെ താഴെ മുതൽ കാല് വരെ ഏകദേശം കവർ ചെയ്യുന്ന, അല്ലെ മുട്ടിന് താഴെ വരെ കവർ ചെയ്യുന്ന നിലയിലായിരുന്നു ഈ കവചം ഉണ്ടായിരുന്നത് എന്നുള്ളതും അത് മെറ്റാലിക് ആയിട്ടുള്ള സ്ട്രിപ്സ് കൊണ്ട് പൊതിഞ്ഞ് ഒരു പ്രത്യേക നിലയിലുള്ള ഒരു കവചമാണ്. അത് ഇന്ന് കാണാനിടയായി തീർന്നു. അത് കണ്ടതിന്റെ വെളിച്ചത്തിൽ ഞാൻ പറയുക, കവചം എന്ന് പറയുന്നത് ജസ്റ്റ് നെഞ്ച് മാത്രമല്ല കവർ ചെയ്യുന്നത്, മൊത്തം മുട്ട് വരെ കവർ ചെയ്യുന്ന നിലയിലുള്ള ഒരു കവചമാണ് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയും. നീതി എന്ന കവചം സമാധാന സുവിശേഷത്തിനാണ് ഒരുക്കം കാലിനെ ചെരുപ്പാക്കി. നമുക്കറിയാം സുവിശേഷ വേലയിലാണ് നിൽക്കുന്നത്. അഗ്നി പോലെ സുവിശേഷം പടർന്നുകൊണ്ടിരിക്കുകയാണ്. പൈശാചിക കോട്ടകൾ പലരും തകർന്ന് വീണുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഫലമായിട്ട് പൗലോസ് കാരാഗ്രഹത്തിലായിരിക്കുകയാണ്. അവിടെ ആയിരിക്കുന്ന ദൈവമക്കൾക്ക് പല നിലയിലുള്ള പ്രയാസങ്ങളും ഭീഷണികളും പ്രശ്നങ്ങളും അവിടെ നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. ദുരുപദേശത്തിന്റെ വലിയ കുത്തൊഴുക്ക് അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താ പറയുന്നത്, ഇത്രയൊക്കെ ഉണ്ടാകുന്നില്ല, ഇനി ഈ പരിപാടിയൊക്കെ നിർത്തിയിട്ട് നമുക്ക് പോകാം. നമുക്കറിയാമല്ലോ, നമ്മൾ സുവിശേഷത്തിന് വേണ്ടി നിൽക്കുകയും സുവിശേഷം പ്രസംഗിക്കുകയും സാക്ഷ്യങ്ങൾ പറയുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ ഒരു നോർമൽ ക്രിസ്ത്യൻ ലൈഫ്, അല്ലെങ്കിൽ ക്രിസ്തീയ ജീവിതത്തിന്റെ ബാലൻസിൽ കാര്യങ്ങൾ പോകുന്നത്. അല്ലാതെ വല്ലപ്പോഴും ഇന്നെന്നാ സ്പെഷ്യൽ, ഇന്നൊരു ചിക്കൻ ഫ്രൈ ആ സ്പെഷ്യൽ എന്ന് പറയുന്ന പോലെ ആണ്ടിലൊരിക്കലും ഒരു സുവിശേഷം പറയുന്നയോ ആണ്ടിലൊരിക്കലും ഒരു കൺവെൻഷൻ നടത്തുന്നതോ അല്ല സമാധാന സുവിശേഷത്തിനുള്ള ഒരുക്കം. ഈ സുവിശേഷത്തിന്റെ അതിന്റെ ശക്തിയെക്കുറിച്ചും ഈ സുവിശേഷം സത്യമാണെന്നുള്ളതിനെ കുറിച്ച് ഉറപ്പ് വന്നിട്ട് ഏത് നിമിഷവും അതിനുവേണ്ടി ഒരുങ്ങിയിരിക്കുന്ന ഒരു അനുഭവം. അപ്പൊ റോമൻ പടയാളിയുടെ ചെരുപ്പും ഒരു പ്രത്യേകതയുള്ളതായിരുന്നു. അതിന്റെ അടിഭാഗത്ത് വരെ മെറ്റൽ സ്ട്രിപ്സ് ഉണ്ട്. ഒരാളെ ചവിട്ടി അരച്ചു കളഞ്ഞാനുള്ള പവറുള്ള ഒരു ഷൂസ് ആയിരുന്നു അത്. ഷൂസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ന് പോലുള്ള ഷൂസ് അല്ല, സ്ട്രിപ്സ് കൊണ്ടുള്ള ഷൂസ് ആയിരുന്നു. പല പല സ്ട്രിപ്സ് അതിൽ ഇങ്ങനെ ചേർത്ത് മെടഞ്ഞ് വെച്ചിട്ടുള്ള ഒരു പ്രത്യേക നിലയിലുള്ള ഷൂസ് ആയിരുന്നു അതെന്ന് കാണാനായിട്ട് ഇടയായിത്തീർന്നത് അടിഭാഗത്ത്. അപ്പം ഒരു നിലയിൽ പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ വായിക്കുമ്പോൾ ഈ മൊത്തം ഇത് വായിച്ചു നോക്കുമ്പോൾ വെപ്പൺസ് ഓഫ് ഒഫൻസ് എന്ന് പറയുന്നത് വാള് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം പിന്നെ ഡിഫൻസ് ആണെന്ന് നമുക്ക് പറയാം. എന്നാൽ ഒരു നിലയിൽ നമുക്കറിയാം ഈ സുവിശേഷം അറിയിക്കുക എന്നുള്ളത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ ഒരു ആയുധം തന്നെയാ, ഒരു ഒഫൻസ് തന്നെയാ. കാരണം നമുക്കറിയാം ഈ സുവിശേഷം അറിയിക്കുമ്പം അനേകര് ക്രിസ്തുവിലേക്ക് വരാനും പൈശാചികമായിട്ടുള്ള കോട്ടകൾ ഇടിഞ്ഞു വീഴാൻ ഇടയായിത്തീരുകയും പല ജീവിതങ്ങളിൽ ദൈവം പിശാച് ഉയർത്തിയ കോട്ടകൾ ഇടിഞ്ഞു വീഴാനായിട്ട് ഇടയായിട്ട് തീരും എന്നുള്ളതും നമുക്കറിയാമല്ലോ. അതുപോലെ തന്നെ
നമുക്കിവിടെ കാണാൻ കഴിയുന്നതായിട്ടുള്ള വേറൊരു കാര്യം, എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളൊക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട് നിൽക്കും. ഈ പരിചയെക്കുറിച്ച് നിങ്ങൾ കേട്ട് കാണും. മെറ്റാലിക്കുള്ള പരിചയമാണ്. അതിന്റെ പുറത്ത് തുകല് പാകിയിട്ടുണ്ട്, തുകല് ഉണ്ട്, അത് നനച്ചിട്ടാണ് അവർ ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ നനച്ച ഈ തുകലിന്റെ മീതലോട്ട് ഈ തീയമ്പുകൾ വന്നു കഴിഞ്ഞാൽ അതേ തന്നെ കിടന്ന് കെട്ടുപോകും. അങ്ങനെ ഒരു ചരിത്രം കേട്ട് ഓൾറെഡി കേൾക്കുന്നവരൊക്കെ കേട്ട് കാണുമല്ലോ. അപ്പം ആ ഒരു പ്രത്യേക നിലയിലുള്ള ഒരു വ്യക്തിയെ മൊത്തം കവർ ചെയ്യുന്ന ഒരു പരിചയമായിരുന്നത്. പരിചയം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലൊക്കെ കണ്ടിട്ടുള്ളത് പോലെ ഒരു സ്റ്റീൽ പ്ലേറ്റിന്റെ വട്ടമുള്ള പ്ലേറ്റ് അല്ലായിരുന്നു. അത് വലിയ ചതുരമുള്ള ഹാഫ് സെമി സർക്കിൾ ആയിട്ടുള്ള പോലുള്ള, അല്ലെങ്കിൽ ഒരു പാർട്ട് ഓഫ് എ സർക്കിൾ എന്ന് തോന്നത്ത ഒരു വളഞ്ഞ ഒരു ഷീൽഡായിരുന്നു. വളരെ ഉയരത്തിൽ അത് കവർ ചെയ്യുന്ന, ഒരു വ്യക്തിയെ മൊത്തമായിട്ട് കവർ ചെയ്യാൻ കഴിയുന്ന നിലയിലുള്ള ഒരു ഷീൽഡായിരുന്നു. അപ്പം എല്ലാ തീയമ്പുകളെയും അമ്പാടേലും സഹിക്കാം, തീയമ്പ് എന്തൊരു അമ്പാന്ന് അറിയുക പലവട്ടം പറഞ്ഞിട്ടുള്ളതാ. അപ്പൊ ഈ തീയമ്പുകളെയൊക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിച. എന്താ ഈ വിശ്വാസം? എന്റെ ദൈവം നല്ലവനാണെന്നും എന്റെ ദൈവം എന്റെ തിന്മയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യത്തില്ലെന്നും അവൻ ചെയ്താൽ എല്ലാം നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്നവനാണെന്നുള്ള ദൈവത്തിന്റെ നന്മയിലുള്ള പൂർണ്ണ ബോധ്യമാണ് പ്രിയപ്പെട്ടവരെ ഈ വിശ്വാസം എന്ന് പറയുന്ന. ആത്യന്തികമായിട്ട് ഓരോരോ മാറ്റേഴ്സിനോടുള്ള ബന്ധത്തിൽ ഓരോരോ വ്യക്തിപരമായ കാര്യങ്ങളിൽ അതൊക്കെ ഡിഫർ ചെയ്യാം. എന്നാൽ തന്നെ ആത്യന്തികമായിട്ട് അതിനെ ഒന്ന് ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ എന്റെ ദൈവം എനിക്ക് വേണ്ടി നന്മ മാത്രമേ ചെയ്യുകയുള്ളൂ, തിന്മയൊന്നും ചെയ്യാത്തവനായ ദൈവം എന്നൊരു ദൈവ പൈതലിന്റെ ഹൃദയത്തിലുള്ള ആഴമായ പരിജ്ഞാനമാണ് ഈ വിശ്വാസം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. രക്ഷ എന്ന ശിരസ്ത്രവും നമുക്കറിയാം എന്തുമാത്രം പ്രാധാന്യമുള്ളതാണ്. ഈ രക്ഷ തന്നെ അതിനെ 3 കാലങ്ങളായിട്ടൊക്കെ ഡിഫൈൻ ചെയ്തിട്ടുള്ളവരുണ്ട്. അവനിൽ നമുക്ക് അതിക്രമമോചനം എന്ന വീണ്ടെടുപ്പ് അവനിൽ നമുക്കുണ്ട് എന്ന് പറയും. ഈ രക്ഷ നമുക്ക് അത് ഒരിക്കൽ രക്ഷിക്കപ്പെട്ട് തീർന്നതല്ല, നമ്മൾ ആ രക്ഷയിൽ ജീവിക്കുക ചെയ്യുന്നത്. ദൈവിക രക്ഷയിൽ നമ്മൾ ജീവിക്കുക ചെയ്യുന്നു. ഒരിക്കൽ പണ്ട് രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് കൈവക്കി തീരുന്ന ഒരു പരിപാടിയല്ല. ഈ രക്ഷ എന്ന ശിരസ്ത്രം, അല്ലെങ്കിൽ തലയാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. ഈ ശിരസ്ത്രം തന്നെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. തലയുടെ മീതെ കൂടെ അതിന് ചുവന്ന ഒരു തരം പൂട പോലെ, ഈ തൂവലുകൾ പോലെ പൊങ്ങി നിൽക്കുന്ന ഒരു ഭാഗം, പുറമോട്ട് കിടക്കുന്ന ഒരു ഭാഗം, ചെള്ള അല്ലെങ്കിൽ നമ്മുടെ കവിളുകൾ കവർ ചെയ്യുന്ന ഒരു ഭാഗം, താടി വരെ എത്തുന്ന ഒരു ഭാഗം, പുറകിൽ നിന്ന് അറ്റാക്ക് വരാതെ വേണം പുറകുഭാഗം അതിനെ കവർ ചെയ്യുന്ന ഭാഗം, ഇതൊക്കെ നമുക്ക് ഈ ഹെൽമെറ്റിൽ നമുക്ക് കാണാൻ കഴിയും. സ്പെഷ്യൽ ഹെൽമെറ്റാ. നമ്മുടെ ഇന്നത്തെ ബൈക്ക് ഓടിക്കുന്നവർക്കുള്ള ഫുൾ ഹെൽമെറ്റ് പോലെയൊന്നും അല്ല, അതിനേക്കാളും പ്രാധാന്യമുള്ള ഒരു ഹെൽമെറ്റ് ആയിരുന്നു ഈ ഹെൽമെറ്റ്. നമുക്ക് അതിനെ പടം കണ്ടാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. വളരെ പ്രത്യേകതയുള്ള ഒരു ഹെൽമെറ്റ്. അപ്പം ഈ രക്ഷയുടെ ഉറപ്പ്, ദൈവിക രക്ഷ, അല്ലെങ്കിൽ നമുക്കറിയാമല്ലോ രക്ഷയെക്കുറിച്ച് നമ്മൾ പറയുമ്പം ഇതിനു മുന്നേ പറഞ്ഞ ദ ആക്ടിവിറ്റി ഓഫ് ദ സേവിയർ, ബിക്കോസ് വി ആർ ലിവിങ് ഇൻ ഗോഡ് സാൽവേഷൻ. ദൈവത്തിന്റെ രക്ഷയിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്ന ഒരു അനുഭവമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആ രക്ഷ എന്ന ശിരസ്ത്രവും നമ്മൾ ഇത്രയൊക്കെ ഡിഫൈൻ ചെയ്യുമെന്ന് പൗലോസ് വിചാരിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. എന്നാൽ തന്നെ പൗലോസ് അങ്ങനെ അധിക പ്രസംഗം പറയുന്നെങ്കിൽ ക്ഷമിക്കട്ടെ. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏത് നേരത്തും ആത്മാവിൽ ഉള്ള പ്രാർത്ഥന. പ്രിയപ്പെട്ടവരെ, ഒരു വാക്യം കൂടെ വായിച്ചിട്ട് ഞാൻ നിർത്താം. അത് നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ 2 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായം. ഞങ്ങൾക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും അന്ധകാരത്തിന്റെ രോഗാധിപതികളോടും സ്വർലോകങ്ങളുടെ ദുഷ്ടാത്മ സേനയോടും. അത് ഇപ്പൊ നമ്മൾ എഫേസ്യർ വായിച്ചത്. എങ്കിലും ഞങ്ങൾ ജഡത്തിൽ പോരാടുന്നില്ല. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡീയങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധി ശക്തിയുള്ളവ തന്നെ. അത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരേ ഒരു വിഷയതേ ഉള്ളൂ. എന്തോ കോട്ടയാ പിശാച് നമ്മുടെ ഹൃദയത്തിൽ പണിയാൻ ആഗ്രഹിക്കുന്നതെന്നുള്ളതാണ് ഞാൻ പറയാൻ. പ്രിയപ്പെട്ടവരെ, നേരത്തെ പറഞ്ഞതുപോലെ അവൻ ഭോഷ്ക് പറയുന്നവനും ഭോഷ്ക് പറയുന്നവരുടെ അപ്പനുമാകുന്നു. ഏത് ഭോഷ്കും പിന്നെയും പറഞ്ഞ് ഒരിക്കൽ വിശ്വസിക്കുകയില്ലെങ്കിലും പിന്നെ കണ്ടിന്യൂസ് ഇത് പറയുന്നത് നിമിത്തം ആൾക്കാർ വിശ്വസിച്ചു പോകുന്ന നിലയിലുള്ള ഒരു പോരാട്ടം. എന്ന് മാത്രമല്ല, നമുക്കറിയാമല്ലോ, കള്ളൻ വരുന്നത് മോഷ്ടിപ്പാനും അറുക്കാനും മുടിക്കാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. ഞാൻ വരുന്നതോ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാനും സമൃദ്ധിയായ ജീവൻ ഉണ്ടാകാനുമായിട്ട് കടന്നു വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ പിശാച് ആരെ വിഴുങ്ങേണ്ടു എന്നറിയാതെ ചുറ്റി നടക്കുന്നു. എങ്ങനെയാ പിശാച് വിഴുങ്ങുന്നത്? അല്ലെങ്കിൽ കള്ളൻ എങ്ങനെയാ മോഷ്ടിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, കള്ളൻ മോഷ്ടിക്കുന്നത് ഈ
ദൈവികമല്ലാത്ത സത്യങ്ങളെ നമ്മുടെ ഹൃദയത്തിൽ എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ടാ കള്ളൻ നമ്മളെ മോഷ്ടിക്കുന്നത്. അല്ലെങ്കിൽ ഈ ഇവിടെ പറഞ്ഞതുപോലെ ആ, കോട്ടകൾ. എന്താ ഈ കോട്ടകൾ? പിശാച് നമ്മുടെ ഹൃദയത്തിൽ ദൈവവചനത്തിനും ദൈവത്തിനും വിരോധമായി, അല്ലെങ്കിൽ നമ്മൾ തിന്മയുടെ പാതയിൽ മുന്നോട്ട് പോകാനും പാപത്തിന് കീഴെ ആയിരിക്കാനും തക്കവണ്ണം ദൈവിക രക്ഷയ്ക്കും ദൈവിക സത്യങ്ങൾക്കും എതിരായിട്ട് നമ്മുടെ ഹൃദയത്തിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ആ ട്രൂത്ത്, അല്ലെങ്കിൽ ആ ലൈ, ട്രൂത്ത് അല്ല, പിശാചിന്റെ ട്രൂത്ത് നമ്മൾക്ക് ലൈ. അപ്പം ആ ഒരു ലൈ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനെ ഈ കോട്ട എന്ന് പറയും. നമുക്ക് ചില ആൾക്കാരോടൊക്കെ സംസാരിക്കുമ്പോൾ നമുക്കറിയാം, ആ, ഇത് എന്തൊക്കെ തെറ്റിദ്ധാരണകൾ അവർക്ക് ദൈവവചനത്തെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചും ഉള്ളത്. ഇവിടെ തന്നെ നമുക്കറിയാമല്ലോ, ക്ലബ് ഹൗസിൽ ഇതിനെതിരെ വലിയ ഘോരഘോരം പറയുന്ന ഒത്തിരി പേരുണ്ട്. സംസാരിച്ച് വരുമ്പോഴാണ് അറിയുന്നത് ഈ ബൈബിൾ എന്തുവാ, ഈ രക്ഷ എന്തുവാ, ഇവൻ ഇവൻ വിശ്വാസ ക്രിസ്ത്യാനികളെന്ന് പറയുന്നവർക്ക് പോലും അറിയത്തില്ല. അവരിരുന്നുകൊണ്ട് പറയുന്ന വിവരക്കേടുകൾ കേട്ടാൽ നമുക്ക് സഹിക്കുകയില്ല. അതുകൊണ്ട് ഞാൻ അവസാനം ആ വിവരക്കേട് കേൾക്കുന്ന പരിപാടി അങ്ങ് നിർത്തി. ഇപ്പൊ ഞാൻ അങ്ങനെ മറ്റു പല ഇതിലേക്ക് പോയി അവിടെ ഇരിക്കാറില്ല. കാരണം എന്തുമാത്രം വിവരക്കേടുകളാ പറയുന്നത്. കാര്യങ്ങളെക്കുറിച്ച് ഗ്രഹിക്കുകയോ അറിയുകയോ ചെയ്യാതെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ദൈവമക്കളെ തെറി പറയുക എന്നുള്ള സമീപനം എടുത്തിരിക്കുന്ന എത്ര പേര് ഈ ക്ലബ് ഹൗസിൽ നമുക്ക് കാണാൻ കഴിയും. അവർക്ക് അങ്ങനെ പറയാൻ കഴിയത്തുള്ളൂ. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവികമല്ലാത്ത പല കള്ളങ്ങളെയും ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി അവർക്ക് അങ്ങനെ ഒരു വേഷം കെട്ടിയേ പറ്റൂ. അങ്ങനെ കെട്ടിയേ പറ്റൂ. നമുക്കറിയാം, പിശാച് നമ്മുടെ ഹൃദയത്തിലേക്ക് കടത്തിവിടുന്ന ദൈവവചനത്തിന് നിരക്കാത്തതായിട്ടുള്ള ഇതുപോലുള്ള കള്ളങ്ങളെയാ കോട്ടകൾ, അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ പൂർണ്ണമായി വിശ്വസിച്ച് എസ്റ്റാബ്ലിഷ്ഡ് ആയി പോകുന്ന ചില ദൈവികമല്ലാത്ത ആശയങ്ങളും ആ ചിന്താഗതികളും ഒക്കെയാണ് ഈ കോട്ടകൾ എന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. അത് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇതിനെ കുറിച്ച് വേണമെങ്കിൽ പിന്നെ നമുക്ക് ഒന്നുകൂടെ വിവരിച്ച് പറയാം. എന്ന് മാത്രമല്ല, അതിനെ പുള്ളിങ് ഡൗൺ, ഞങ്ങൾ അതിനെ പുൾ ഡൗൺ ചെയ്യുക, ഞങ്ങൾ അതിനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പുൾ ഡൗൺ എന്നുള്ള വാക്ക് ഗ്രീക്കിൽ ഉപയോഗിച്ചേക്കുന്നത് വലിയൊരു കോട്ടയൊക്കെ നമ്മൾ ഇങ്ങനെ ഇടിച്ചിടിച്ച് അത് കുറച്ചായിട്ട് ഇങ്ങനെ ഇടിച്ചിടിച്ച് എടുക്കുന്ന ഒരു ഇതിനെയാണ് പുള്ളിങ് ഡൗൺ. പുള്ളിങ് ഡൗൺ എന്ന് പറയുമ്പോൾ പെട്ടെന്നൊരു മരമൊക്കെ പകുതി വെട്ടിയിട്ട് ഇങ്ങനെ താഴത്തോട്ട് വലിച്ചിടുന്നതാണ് എനിക്ക് പെട്ടെന്ന് മനസ്സിൽ വരുന്നത്. എന്നാൽ പുള്ളിങ് ഡൗൺ എന്ന് പറയുന്നത് അതിനെ കുറച്ചായിട്ട് അതിനെ പിന്നെയും കഷ്ണമാക്കി എടുത്ത് അതിനെ തീർക്കുന്ന ഒരു, അല്ലെങ്കിൽ അതിനെ ഇതാക്കുന്ന ഒരു അനുഭവമാണ് പറയുന്നത്. അത് പൗലോസ് പറയുകയാണ്, ഞങ്ങളുടെ ആയുധങ്ങൾ ജഡീയങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ, അവയാൽ സകല സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി ഉയരുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ്. അപ്പൊ നമുക്കറിയാമല്ലോ, എഫേസ്യർ എഴുതുന്ന ലേഖനം 6-ാം അധ്യായത്തിൽ വായിച്ചതും നമ്മൾ ഇവിടെ വായിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ, ഈ കോട്ട നമ്മൾ ചില ആൾക്കാർ എടുക്കുന്നത് പോലെ കൂടോത്രം ചെയ്തു വെച്ച എവിടാന്നും പറഞ്ഞ് സ്റ്റെയർ കേസിന്റെ അടിയിലും പറമ്പിന്റെ മൂലയ്ക്കും അല്ല തപ്പേണ്ടത്. ഇത് കുഴിച്ചിടുന്നത് ഹൃദയത്തിലാ. ഏത് നിലയിലാ കുഴിച്ചിടുന്നത്? തെറ്റായ ചിന്താഗതികളായിട്ട്, ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായിട്ടുള്ള ചിന്താഗതികളായിട്ടാ ഇത് നമ്മുടെ ഹൃദയത്തിലേക്ക് വരുന്നത്. ആ ചിന്താഗതികൾ കടന്നു വന്ന് ആ ചിന്തകൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പം ആ ചിന്തകളിൽ നമ്മൾ ഉറയ്ക്കുകയും അത് നമ്മുടെ ഉള്ളിൽ ഒരു സ്ട്രോങ് ഹോൾഡ് ആയിട്ട്, അല്ലെങ്കിൽ ദൈവികമായ ചിന്തകളെയും ദൈവികമായ സ്പർശനത്തെയും നിരസിച്ചു കളയുന്ന ഒരു സ്ട്രോങ് ഹോൾഡ് ആയിട്ട് അത് തീരുന്നു എന്നുള്ളതാണ്. എന്നാൽ പൗലോസ് പറയുന്നത് ആത്മീയമായ ആയുധങ്ങളാൽ ഞങ്ങൾ ഇതുപോലുള്ള സ്ട്രോങ് ഹോൾഡുകളെ എല്ലാം ഞങ്ങൾ തകർക്കുന്നു എന്നാ പറയുന്നത്. പ്രിയപ്പെട്ടവർ, ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്, ഒത്തിരി വലിയൊരു സബ്ജക്റ്റാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇത്രയും നേരം ക്ഷമയോടെ കേട്ടിരുന്ന ഏകദേശം 1 മണിക്കൂറോളമായി പറയുന്നത്. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. തുടർന്ന്